വാർത്തകളിലേക്കും ഇനി വിശദമായി നമ്മൾ കടക്കുകയാണ്. ആദ്യം ബീഹാറിലേക്ക് പോയാൽ അവിടെ മുഖ്യമന്ത്രി നിതീഷ് കുമാർ വീണ്ടും എൻഡിഎയിലേക്ക് ചേക്കേറുമെന്ന സൂചനകൾക്കിടെ ബീഹാർ രാഷ്ട്രീയത്തിൽ എന്ത് സംഭവിക്കുമെന്ന് ഉറ്റുനോക്കുകയാണ് രാജ്യം. നാളെ JDU MLA-മാരുടെ യോഗം നിതീഷ് കുമാർ വിളിച്ചു ചേർത്തിരിക്കുന്നു. രാവിലെ 10 മണിക്കാണ് MLA-മാരുടെ യോഗം. BJP ദേശീയ നിർവാഹക സമിതി യോഗം ഇന്നും നാളെയുമായി ബീഹാറിൽ ചേരും. ബീഹാറിലെ സാഹചര്യം വിലയിരുത്തിയ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ, BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദ, BJP ദേശീയ ജനറൽ സെക്രട്ടറി BL സന്തോഷ് എന്നിവരുമായി ചർച്ച നടത്തി. BJPയുടെ പിന്തുണയോടെ നിതീഷ് കുമാർ 7ാം വട്ടം ബീഹാർ മുഖ്യമന്ത്രിയായി ഞായറാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. BJPക്ക് 2 ഉപമുഖ്യമന്ത്രിമാർ ഉണ്ടാകുമെന്നും സൂചനയുണ്ട്. നിതീഷ് കുമാർ മുഖ്യമന്ത്രിയും സുശീൽ കുമാർ മോദി ഉപമുഖ്യമന്ത്രിയുമാകുമെന്നാണ് സൂചന. എന്നാൽ വിഷയത്തിൽ നിതീഷ് കുമാർ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. സംസ്ഥാനത്ത് BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ നയിക്കുന്ന NDA കേരള പദയാത്രയ്ക്ക് കാസർഗോഡ് തുടക്കമാകും. ഇന്ന് വൈകിട്ട് 3-ന് ദേശീയ അധ്യക്ഷൻ JP നദ്ദയാണ് ഉദ്ഘാടനം ചെയ്യുക. യാത്ര 20 ലോക്സഭാ മണ്ഡലങ്ങളിലും പര്യടനം നടത്തും. മോദിയുടെ ഗ്യാരണ്ടി പുതിയ കേരളം എന്ന മുദ്രാവാക്യമുയർത്തിയാണ് പദയാത്ര നടക്കുക. രാവിലെ 10:30-ഓടെ K സുരേന്ദ്രൻ മാധ്യമങ്ങളെ കാണും. തുടർന്ന് 11:30-ന് പൗരപ്രമുഖരുമായി കൂടിക്കാഴ്ചയും നടത്തും. 2 കാരണങ്ങളാണ് ജനങ്ങളെ ഞങ്ങൾ ബോധ്യപ്പെടുത്താൻ ഈ യാത്രയിലൂടെ ഉദ്ദേശിക്കുന്നത്. ഒന്ന്, മോദിയുടെ ഗ്യാരണ്ടിയാണ് ഇനി കേരളത്തിൽ ജനങ്ങൾക്ക് ആവശ്യമായിട്ട് വന്നിരിക്കുന്നത്. മോദിയുടെ ഗ്യാരണ്ടി ഉറപ്പുള്ള ഗ്യാരണ്ടിയാണ്. ഇവർ പറയുന്നത് പോലെ വാഗ്ദാനങ്ങളല്ല. മോദി കഴിഞ്ഞ 10 വർഷം കേരളത്തെ എത്രമാത്രം സഹായിച്ചു, ഇൻഫ്രാസ്ട്രക്ചർ ആയാലും ടാക്സ് ഷെയർ ആയാലും മറ്റ് വിഹിതമായാലും, അതിനെല്ലാം ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ആവശ്യമായിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രചരണമാണ്. മറ്റൊന്ന്, ഈ 2 മുന്നണികളും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല. ഇപ്പോൾ ഒരു അഴിമതി ഭരണം ഇവിടെ നടക്കുന്നു. മാസപ്പടിയുണ്ട്, സഹകരണ കൊള്ളയുണ്ട്, ദുർഭരണമുണ്ട്, കർഷകർ ആത്മഹത്യ ചെയ്യുന്നു, പെൻഷൻകാർ ആത്മഹത്യ ചെയ്യുന്നു, തൊഴിലില്ലായ്മ പെരുകുന്നു. ഇവിടെ ഒരു ക്ലിയർ കമ്പാരിസൺ LDF UDF കക്ഷികളും BJP. IND മുന്നണിയിൽ 2 മുന്നണികൾ പരസ്പരം മത്സരിക്കുന്നുണ്ടെങ്കിലും IND മുന്നണിയുടെ നയം ഒന്നാണ്, IND മുന്നണിയുടെ പ്രതിച്ഛായ ഒന്നാണ്. IND മുന്നണിയുടെ പാർട്ടികളുടെ പേരുകളിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. നയങ്ങളും നിലപാടുകളും ഒരുപോലെയാണ്. ഇവരെ മാറി മാറി പരീക്ഷിച്ചുകൊണ്ട് കേരളത്തിന് ഇനി പ്രയോജനമില്ല. കേരളം ഇനി വികസിക്കണമെങ്കിൽ, ഇവിടെ വ്യവസായം വളരണമെങ്കിൽ, ഇവിടുത്തെ ചെറുപ്പക്കാർക്ക് തൊഴിൽ കിട്ടണമെങ്കിൽ, ഇവിടെ നല്ല വിദ്യാഭ്യാസം കിട്ടണമെങ്കിൽ, ഇവിടെ നല്ല അവസരങ്ങൾ കിട്ടണമെങ്കിൽ, ഇവിടുത്തെ കൃഷിക്കാർ രക്ഷപ്പെടണമെങ്കിൽ എല്ലാം മോദിയുടെ ഗ്യാരണ്ടി ഇവിടെ യാഥാർത്ഥ്യമാണ്. ഞങ്ങൾ സാധാരണക്കാരെ ധാരാളമായിട്ട് ഇതിൽ കാണുന്നുണ്ട്. മുഖ്യമന്ത്രിയെ പോലെ എലൈറ്റ് ക്ലാസ്സിനെ കാണുന്ന ഒരു പദയാത്രയല്ല. പാവപ്പെട്ടവരെ കാണുന്നുണ്ട്, ഗുണഭോക്താക്കളെ കാണുന്നുണ്ട്. മോദി സ്കീമുകൾ കിട്ടിയ 3 സ്കീം കിട്ടിയ, 4 സ്കീം കിട്ടിയ, 5 സ്കീം കിട്ടിയ ആൾക്കാരുണ്ട്. ഇനി എത്ര പേർ അതുപോലെ നമുക്ക് അതേപോലെ ആ സ്കീമിൽ അവരെ ഇനി പുതുതായിട്ട് ചേർക്കാൻ സാധിക്കും. അങ്ങനെയുള്ള ബെനിഫിഷ്യറീസ് മീറ്റുണ്ട്. പിന്നെ ഞങ്ങൾ നേരത്തെ തുടങ്ങി വച്ച സ്നേഹയാത്രയുടെ നെക്സ്റ്റ് സ്നേഹയാത്ര സമ്പർക്കമായിരുന്നു. ഇത്തവണ സ്നേഹയാത്രയിൽ ഞങ്ങൾ കുറച്ചുകൂടി അവരുടെ ഗെറ്റ് ടുഗദേഴ്സ് സാമുദായിക സംഘടനകളുടെയും ബാക്കിയൊക്കെ ആയിട്ട് ഞങ്ങൾ നടത്തുന്നു. അങ്ങനെ ആ നിലയിലെല്ലാം വളരെ മനോഹരമായി ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു യാത്രയാണ്. എല്ലാ പ്രമുഖ നേതാക്കളെയും ഞങ്ങൾ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. നഡ്ഡാജിയാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. അമിത്ഷാജി തിരുവനന്തപുരത്ത് വരാമെന്ന് തത്വത്തിൽ സമ്മതിച്ചിട്ടുണ്ട്. മറ്റ് കേന്ദ്രമന്ത്രിമാരെയും നേതാക്കളെയും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. KV ബൈജു ഉണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. ബൈജു, BJPക്ക് ഇത്തവണ ഒരു ദക്ഷിണേന്ത്യൻ പദ്ധതി തന്നെയുണ്ട്. അതിൽ പ്രധാനം ആണ് കേരളത്തിൽ നിന്ന് ഒരു സീറ്റ് എങ്കിലും ഉറപ്പാക്കണം എന്ന ലക്ഷ്യം അവരെ സംബന്ധിച്ചുണ്ട്. തൃശൂർ കേന്ദ്രീകരിച്ചൊക്കെ മോദി ഇതിനോടകം 2 തവണ വന്നുപോയ സാഹചര്യമൊക്കെ നമുക്ക് മുന്നിലുണ്ട്. അപ്പോഴാണ് ഇത്തരമൊരു പദയാത്ര BJP സംസ്ഥാന അധ്യക്ഷൻ നടത്തുന്നത്. എന്തൊക്കെയാണ് ലക്ഷ്യം? മോദിയുടെ 10 വർഷത്തെ ഭരണം, അതിന്റെ നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് എന്ന് പറയുമ്പോൾ തന്നെ മറ്റെന്തൊക്കെയാണ് പദ്ധതിയിട്ടിരിക്കുന്നത്? എങ്ങനെയാണ് ഈ യാത്ര അവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്? രേണുക, തീർച്ചയായും സൂചിപ്പിച്ചതുപോലെ തന്നെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് പ്രഖ്യാപനത്തിന് വളരെ മുൻപ് തന്നെ കേരളത്തിൽ സജീവമാവുക എന്നതാണ് BJPയുടെ ലക്ഷ്യം. ഇതിൽ പ്രധാനമായും ഈ പ്രവർത്തകരെ ഈ തെരഞ്ഞെടുപ്പിന് സജ്ജമാക്കുക എന്നതിനപ്പുറം വലിയൊരു ലക്ഷ്യം NDAയുടെ കേരള പദയാത്ര എന്നാണ് ഇതിന് പേരിട്ടിരിക്കുന്നത്. അതിൽ നിന്ന് തന്നെ വ്യക്തമാണ് ഈ മുന്നണി ശക്തിപ്പെടുത്തുക, മുന്നണി വിപുലീകരിക്കുക. ഇതാണ് പ്രധാനമായും ഈ യാത്ര കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ യാത്രയിൽ ഇവർ ഡിസൈൻ ചെയ്തിരിക്കുന്നതനുസരിച്ച് ഒരു ദിവസം
അതായത് ഒരു മണ്ഡലത്തിൽ 10 കിലോമീറ്ററോളം പദയാത്രയാണ്. മറ്റ് സമയങ്ങളെല്ലാം ഈ മത സാമുദായിക സംഘടനാ നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച, മറ്റ് ഇത്തരത്തിലുള്ള പല പരിപാടികളാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത്. എന്തായാലും കാസർഗോഡ് ജില്ലയിൽ ഇന്ന് 3 മണിക്ക് ഈ ജാഥയുടെ ഉദ്ഘാടനം ഉണ്ടാകും. JP നദ്ദയാണ് ഉദ്ഘാടനം നിർവഹിക്കുക. അതിനുശേഷം 10 കിലോമീറ്ററോളം സഞ്ചരിച്ച് മേൽപ്പറമ്പിൽ ഇന്ന് യാത്ര അവസാനിക്കും. അതേസമയം തന്നെ നാളെ യാത്രയ്ക്ക് പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല. മറ്റന്നാളാണ് കണ്ണൂർ ജില്ലയിലേക്ക്, അതായത് 29-ന് കണ്ണൂർ ജില്ലയിലേക്ക് പ്രവേശിക്കും. 30-ന് വയനാട് ജില്ലയിലേക്കും 31-ന് വടകര. ഇത്തരത്തിലാണ് ഈ യാത്രയുടെ ഒരു പ്ലാനിംഗ്. ഫെബ്രുവരി 27-ന് പാലക്കാട്ടാണ് യാത്രയുടെ സമാപനം എന്നതും പ്രത്യേകതയാണ്. എന്തായാലും തിരുവനന്തപുരത്ത് എത്തുമ്പോഴേക്കും ഈ കോൺഗ്രസിൽ നിന്നുള്ള പ്രമുഖരൊക്കെ, ഈ പല പ്രമുഖരും BJPയിലേക്ക് ചേരുമെന്നാണ് ഈ BJP തന്നെ കഴിഞ്ഞ ദിവസം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയത്. എന്തായാലും 10:30 മണിക്ക് K. സുരേന്ദ്രന്റെ വാർത്താ സമ്മേളനം നിശ്ചയിച്ചിട്ടുണ്ട്. ഈ വാർത്താ സമ്മേളനത്തിൽ പല കാര്യങ്ങളും വ്യക്തമാക്കുമെന്നാണ് പറയുന്നത്. എന്തായാലും ഇന്ന് കോൺഗ്രസിന്റെ കാസർഗോഡ് ജില്ലയിലെ മുതിർന്ന പല നേതാക്കളും BJPയിലേക്ക് ചേരുന്നുണ്ട്. അത് ഈ ഉദ്ഘാടന സമ്മേളനത്തിലാണ് ഇവർ BJPയുടെ അംഗത്വം സ്വീകരിക്കുന്നത്. അതിൽ വലിയ പ്രമുഖരായ നേതാക്കൾ ഉണ്ട് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും BJPയെ സംബന്ധിച്ചിടത്തോളം ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ 3-4 സീറ്റുകൾ പിടിക്കുക എന്ന് തന്നെയാണ് ലക്ഷ്യം. മോദിയുടെ വരവ്, 2 തവണ തുടർച്ചയായുള്ള വരവ്, ഇതൊക്കെ വലിയ ഊർജ്ജമാണ് BJPക്ക് പകർന്നിരിക്കുന്നത്. അതിന്റെ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ ഈ ജാഥയെ കാണുന്നത്. എന്തായാലും NDA പദയാത്ര, അതായത് ഘടകകക്ഷികളെ എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള, അവരെ ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള ഒരു യാത്ര BJPയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ തവണ പല യാത്രകളും കാസർഗോഡ് നിന്ന് തന്നെ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. ഇതിലൊക്കെ BJPയുടെ ഒരു യാത്ര എന്ന നിലയിലായിരുന്നെങ്കിൽ ഇപ്പോൾ അത് NDAയുടെ ചെയർമാൻ കൂടിയായ K. സുരേന്ദ്രൻ എന്ന രീതിയിലാണ് ഈ യാത്രയിൽ എന്തായാലും ഉയർത്തിയിരിക്കുന്ന മുദ്രാവാക്യം. അതായത് ഈ മോദിയുടെ ഗ്യാരണ്ടി ഒപ്പം പുതിയ കേരളം, ഇതാണ് ഈ മുദ്രാവാക്യം ഉയർത്തിയിരിക്കുന്നത്. എന്നാൽ ഇന്ന് അല്പസമയത്തിനകം മധൂർ ക്ഷേത്രത്തിൽ നിന്നാണ് ഈ യാത്രയുടെ തുടക്കം കുറിക്കുന്നത്. K. സുരേന്ദ്രൻ അല്പസമയത്തിനകം മധൂർ ക്ഷേത്രത്തിലെത്തും. അത് കഴിഞ്ഞ് 10:30-ക്ക് നേരത്തെ സൂചിപ്പിച്ചതുപോലെ വാർത്താ സമ്മേളനം ഉണ്ടാകും. 11:30-നാണ് ഈ മത സാമുദായിക സംഘടനാ നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയൊക്കെ ഉള്ളത്. എന്തായാലും കൃത്യം 3 മണിക്ക് തന്നെ താളിപ്പടുപ്പ് മൈതാനിയിൽ യാത്രയുടെ ഉദ്ഘാടനം ഉണ്ടാകും. അതിനുശേഷം മേൽപ്പറമ്പിലേക്ക് പദയാത്രയായി എത്തും. ഇന്നത്തെ പരിപാടികൾ അവിടെ സമാപിക്കും. നാളെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ യാത്രയ്ക്ക് കാര്യമായ പരിപാടികളും ഒന്നും ഇല്ല. ബൈജു, ഇപ്പോൾ ഇന്ന് JP നദ്ദ എത്തുമെന്നാണ് പറയുന്നത്. ഈ യാത്രയിൽ ഉടനീളം കേന്ദ്ര നേതാക്കളെ കൂടി അണിനിരത്താനാണോ BJP ശ്രമിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ വരും ദിവസങ്ങളിൽ കേന്ദ്ര നേതാക്കളുടെ ഒരു ഒഴുക്ക് കേരളത്തിലേക്ക് ഉണ്ടാകുമോ? കേന്ദ്ര നേതാക്കളുടെ മറ്റൊന്ന്, ഇന്ന് 11:30-ന് പൗരപ്രമുഖരുമായിട്ടുള്ള കൂടിക്കാഴ്ച എന്നത് സൂചിപ്പിച്ചു. ഇത് എല്ലാ ദിവസവും എല്ലായിടങ്ങളിലും പൗരപ്രമുഖരുമായിട്ടുള്ള കൂടിക്കാഴ്ച ഉണ്ടാകുമോ? അവരിൽ നിന്ന് ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടേണ്ടതുമായി ബന്ധപ്പെട്ട് ഒക്കെയുള്ള ഒരു അജണ്ട രൂപീകരിക്കുക എന്നതുകൂടി BJP ലക്ഷ്യമിടുന്നുണ്ടോ? തീർച്ചയായും എല്ലാ ദിവസവും ഇത്തരത്തിൽ പൗരപ്രമുഖരുമായുള്ള കൂടിക്കാഴ്ചയും വാർത്താ സമ്മേളനവും ഉണ്ടാവുമെന്ന് തന്നെയാണ് അറിയിച്ചിട്ടുള്ളത്. ഇന്ന് പ്രധാനമായും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ V. മുരളീധരൻ ഉൾപ്പെടെയുള്ള കേന്ദ്രമന്ത്രി ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കുന്നുണ്ട്. കൂടാതെ സംസ്ഥാനത്തെ BJPയുടെ മുഴുവൻ നേതാക്കളും ഉണ്ടാകും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. അതേതായാലും കാത്തിരുന്ന് കാണണം. പക്ഷേ നേരത്തെ തന്നെ ചില നേതാക്കൾ മാറി നിൽക്കുന്നൊക്കെ സാഹചര്യമുണ്ടായിരുന്നു. അതൊക്കെ ഏത് രീതിയിലാണ് BJP ഇനി പാർലമെന്റ് തെരഞ്ഞെടുപ്പ് തൊട്ടു മുന്നിൽ വരുമ്പോൾ സ്വീകരിക്കുന്ന നിലപാടെന്താണ്, K. സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള നിലപാടെന്താണ് നമുക്ക് ഇന്ന് അറിയാൻ സാധിക്കും. മുഴുവൻ നേതാക്കളും, അതായത് സംസ്ഥാനത്തെ മുഴുവൻ നേതാക്കളും ഈ ജാഥയിൽ ഉടനീളം ഉണ്ടാകുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഒപ്പം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കേന്ദ്ര നേതാക്കൾ, കേന്ദ്ര മന്ത്രിമാർ ഒക്കെ ഈ പരിപാടിയിൽ ഉണ്ടാകും. നേരത്തെ പറഞ്ഞ പോലെ അമിത്ഷായാണ് തിരുവനന്തപുരത്ത് എത്തുക. അതുപോലെ ഓരോ കേന്ദ്രങ്ങളിലും കേന്ദ്ര നേതാക്കൾ ഉണ്ടാകും എന്ന് തന്നെയാണ് അറിയിച്ചിട്ടുള്ളത്. ഇന്ന് V. മുരളീധരൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഉദ്ഘാടന സമ്മേളനത്തിൽ ഉണ്ടാകുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും 3 മണിക്ക്, കൃത്യം 3 മണിക്ക് തന്നെ ഉദ്ഘാടന സമ്മേളനം താളിപ്പടുപ്പ് മൈതാനിയിൽ ആരംഭിക്കും. മാത്രമല്ല JP നദ്ദ ദേശീയ അധ്യക്ഷനായതിനു ശേഷമുള്ള കാസർഗോഡ് ജില്ലയിലെ ആദ്യ വരവാണ്. അതുകൊണ്ട് തന്നെ വലിയ തോതിൽ ഒരു സ്വീകരണം കൂടി ഈ പരിപാടി അത്തരത്തിൽ മാറ്റാനുള്ള ഒരു ഒരുക്കവും BJP നടത്തുന്നുണ്ട്. എന്നാലും 10:30-ന് K. സുരേന്ദ്രന്റെ വാർത്താ സമ്മേളനത്തിൽ ഈ പാർട്ടിയിലേക്ക് പുതുതായി കോൺഗ്രസിൽ നിന്നും ആൾക്കാർ വരുന്നുണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വ്യക്തമാക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും അത്തരത്തിൽ കൂടുതൽ NDA ശക്തിപ്പെടുത്തുക എന്നതാണ് ഈ യാത്രയുടെ പ്രധാന ലക്ഷ്യം.
നേരത്തെ ഉണ്ടായ യാത്രകൾക്ക് അപ്പുറമെല്ലാം NDA എന്ന ഒരു മുദ്രാവാക്യം, NDAയുടെ യാത്ര എന്ന രീതിയിലാണുള്ളത്. അതുകൊണ്ട് തന്നെ ഘടകകക്ഷികൾ ഉൾപ്പെടെ ഈ യാത്രയിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇന്ന് ഉച്ചയോടുകൂടി ഈ കാര്യങ്ങളിൽ വ്യക്തത വരും. എത്രത്തോളം സംസ്ഥാന നേതാക്കൾ മാറി നിൽക്കുന്നു അല്ലെങ്കിൽ ഈ ജാഥയിലുണ്ട്, ഏതായാലും എല്ലാവരും ഒരുമിച്ച് കൊണ്ടുപോയി പാർലമെന്റ് തെരഞ്ഞെടുപ്പാകുമ്പോൾ അത്തരത്തിൽ നീങ്ങുക. എന്തായാലും കേരളത്തിൽ ഒരു സീറ്റ് പിടിക്കുക എന്ന ലക്ഷ്യം തന്നെയാണ് ഉള്ളത്. അതിന് വളരെ മുൻപ് തന്നെ രംഗത്തിറങ്ങുക. കേന്ദ്ര നേതൃത്വത്തിന്റെ പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് ഇത്തരത്തിലൊരു യാത്ര എന്നും അറിയാൻ സാധിക്കുന്നു. എന്നാലും അത്തരത്തിൽ തെരഞ്ഞെടുപ്പിന് പൂർണ്ണ സജ്ജമായിരിക്കുന്നു BJP എന്ന് വേണം നമുക്ക് ഈ യാത്രയിലൂടെ കാണാൻ. തീർച്ചയായും മുന്നണി എന്ന നിലയിലുള്ള ഒറ്റക്കെട്ടായിട്ടുള്ള മുന്നോട്ട് പോക്ക് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അതിനുവേണ്ടി അവരെ ഒരുമിച്ച് നിർത്തിക്കൊണ്ടുകൂടിയായിരിക്കും ഈ ഒരു യാത്ര മുന്നോട്ട് പോവുക. ബൈജു ഇവിടെ ഇപ്പോൾ സൂചിപ്പിച്ചുവല്ലോ, ചില പ്രത്യേക ആളുകൾ BJPയിലേക്ക് എത്തിച്ചേരാനുള്ള സാഹചര്യം കൂടി ഈ യാത്രയിൽ പലയിടങ്ങളിലും ഒരുങ്ങുമെന്ന് നമുക്കറിയാം. അനിൽ ആന്റണിയെ പോലെയുള്ളവരൊക്കെ BJPയിലേക്ക് എത്തുന്നത് വലിയ തരത്തിൽ വാർത്തയായതാണ്. ആ രീതിയിലൊക്കെയുള്ള അതൊരു സസ്പെൻസുമൊക്കെ ആയിരുന്നു. ആ നിലയിലുള്ള അത്തരം പ്രമുഖരായ വ്യക്തികളെ അണിനിരത്തുക എന്നത് BJP ഉദ്ദേശിക്കുന്നുണ്ടോ? അങ്ങനെയുള്ള സർപ്രൈസുകൾ ഈ യാത്രയിൽ ഉണ്ടാകും എന്നാണോ പ്രതീക്ഷിക്കുന്നത്? തീർച്ചയായും ആ സർപ്രൈസ് ഇപ്പോഴും BJP പുലർത്തുന്നുണ്ട്. നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് ഒരു വലിയ തോതിലുള്ള ഒരു മുന്നണി തന്നെ ഇതിലേക്ക് വിപുലീകരണം ഉണ്ടാകുമെന്നാണ്. ഒരു പക്ഷേ 2020 പോലുള്ള സംഘടനകളെയാണോ ഉദ്ദേശിക്കുക എന്നറിയില്ല. എന്തായാലും ഈ കാര്യങ്ങളൊക്കെ സുരേന്ദ്രൻ വാർത്താ സമ്മേളനത്തിൽ ഇന്ന് ചോദ്യങ്ങളായി ഉണ്ടാകും. ഒപ്പം തിരുവനന്തപുരത്ത് ഒരു പ്രമുഖ നേതാവ്, കോൺഗ്രസിന്റെ പ്രമുഖ നേതാവ് BJPയിലേക്ക് വരുമെന്ന ഒരു സൂചനകൾ നൽകുന്നത്. പക്ഷെ അതാരാണ് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത ഇപ്പോഴും സസ്പെൻസ് BJP നിർത്തുന്നുണ്ട് എന്നത് തന്നെയാണ്. എന്തായാലും ഓരോ ജില്ലയിലും ഈ കോൺഗ്രസുമായി ഇത്തരത്തിൽ അതൃപ്തിയുള്ളവരും അത്തരത്തിൽ ഏതെങ്കിലും തരത്തിൽ അതൃപ്തിയുള്ളവരൊക്കെ ചേർത്ത് പിടിക്കുക എന്ന് തന്നെയാണ് യാത്രയുടെ ഉദ്ദേശം. അതിനാണ് കാസർഗോഡ് നിന്നും ഇന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രമുഖരായ നേതാക്കൾ ഇത്തരത്തിൽ BJPയിലേക്ക് ഇന്ന് ചേരുന്നത്. അതിൽ കോൺഗ്രസിന്റെ വർഷങ്ങളായി കോൺഗ്രസിന്റെ മലയോര മേഖലകളിലടക്കം വലിയ സ്വാധീനമുള്ള നേതാക്കൾ ഉൾപ്പെടെ ഉണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അത്തരത്തിൽ ഇന്ന് ഏതായാലും ഈ കാര്യങ്ങളൊന്നും വളരെ രഹസ്യമായാണ് BJP കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. ഈ കാര്യത്തിൽ ഈ സമയമാകുമ്പോൾ മാത്രമേ ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റൂ, അല്ലെങ്കിൽ പുറത്തു പറയൂ എന്ന രീതിയിലാണ് BJPയുടെ നിലപാടുള്ളത്. എന്തായാലും പ്രമുഖരായ നേതാക്കൾ കോൺഗ്രസിൽ നിന്നും ഈ ജാഥ ഫെബ്രുവരി 27 പാലക്കാട് അവസാനിക്കുമ്പോൾ ഈ മുന്നണിയിൽ ഉണ്ടാകും. അതുപോലെ തന്നെ മുന്നണി വിപുലീകരണവും ഉണ്ടാകുമെന്ന സൂചനകൾ തന്നെയാണ് കെ സുരേന്ദ്രൻ നൽകുന്നത്. രേണുക, മുന്നണി വിപുലീകരണം, കൂടുതൽ പ്രമുഖരെ പാർട്ടിയിലേക്ക് എത്തിക്കലൊക്കെ ലക്ഷ്യമിടുന്നുണ്ട്. ബൈജു, ഇവിടെ ഇപ്പോൾ നമ്മൾ ഈ യാത്ര തുടങ്ങുന്നതുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ BJPക്കുള്ളിലെ അസ്വാരസ്യം അത് കഴിഞ്ഞ കുറേ നാളുകളായി കേന്ദ്ര നേതൃത്വത്തിനെ പോലും അവരുടെ പോലും വിയോജിപ്പുകൾക്ക് ഇടയാക്കുന്ന തരത്തിൽ ഇവിടുത്തെ BJP നേതാക്കൾക്കിടയിലെ വിഭാഗീയത വലിയ പ്രശ്നമായി തന്നെ സംസ്ഥാനത്ത് ഉടലെടുക്കുന്ന സാഹചര്യം ഉണ്ട്. ശോഭാ സുരേന്ദ്രൻ ന്യൂസ് 18നോടാണ് ഇപ്പോഴത്തെ ഈ യാത്ര നയിക്കുന്ന സംസ്ഥാന അധ്യക്ഷനെ ഉൾപ്പെടെ വിമർശിച്ചുകൊണ്ട് സംസാരിച്ചത്. ആ രീതിയിൽ വലിയ രീതിയിൽ വിഭാഗീയത ഇപ്പോഴും തുടരുന്നുണ്ട്. പലരും ഇപ്പോഴും പൂർണ്ണമായും സഹകരിക്കാത്ത നിലയിൽ അല്ലെങ്കിൽ അവരെ പൂർണ്ണമായും അടുപ്പിക്കാത്ത നിലയിലൊക്കെയാണ് ഈ സംവിധാനം കേരളത്തിൽ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ പുതിയ നേതാക്കൾ, കേന്ദ്ര നേതാക്കൾ ഉൾപ്പെടെ എത്തുന്ന ഒരു തെരഞ്ഞെടുപ്പിലേക്കൊക്കെ പോകുന്ന സാഹചര്യം, അപ്പോൾ അതിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നതുകൂടി ലക്ഷ്യമിടുന്നുണ്ടോ? എല്ലാവരെയും ഒത്തിണക്കിക്കൊണ്ട് മുന്നോട്ട് പോവുക എന്നതാണോ ലക്ഷ്യം? കെ സുരേന്ദ്രനെ സംബന്ധിച്ച് അത് എത്രമാത്രം സാധ്യമാകും? തീർച്ചയായും രേണുക, ഇക്കാര്യത്തിൽ കേന്ദ്ര നേതൃത്വത്തിന്റെ കർശന നിർദ്ദേശം ഉണ്ട്, താക്കീതുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള ഒരു വിഭാഗീയത ഈ തെരഞ്ഞെടുപ്പോടെ മുന്നോടിയായോ അതിന് എല്ലാ സമയത്തോ ഘട്ടങ്ങളിലോ ഉണ്ടാകാൻ പാടില്ല എന്ന കർശന താക്കീത് നൽകിയിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ MT രമേശ്, കൃഷ്ണദാസ്, പ്രത്യേകിച്ച് ശോഭാ സുരേന്ദ്രൻ പോലുള്ള നേതാക്കൾ ഇന്നത്തെ പരിപാടിയിൽ പങ്കെടുക്കുമോ എന്നതാണ് ഏറ്റവും ഏറെ രാഷ്ട്രീയമായി കൗതുകം. എന്തായാലും അത്തരം നേതാക്കളെല്ലാം, സംസ്ഥാന നേതാക്കളെല്ലാം ഈ പരിപാടിയിൽ പങ്കെടുക്കുമെന്നാണ് കെ സുരേന്ദ്രൻ അറിയിച്ചിട്ടുള്ളത്. ആ രീതിയിലുള്ള ഒരു യാത്ര, ഏതെങ്കിലും തരത്തിലുള്ള ഒരു അസ്വാരസ്യങ്ങൾ ഉണ്ടാകാതെ യാത്ര BJPയെ ശക്തിപ്പെടുത്തുക അല്ലെങ്കിൽ NDA മുന്നണിയെ ശക്തിപ്പെടുത്തുക എന്നത് മാത്രമാണ് ലക്ഷ്യമിട്ടിരിക്കുന്നത്. ഇത് തന്നെയാണ് കേന്ദ്ര
നേതൃത്വവും ഇത്തരത്തിൽ കർശന നിർദ്ദേശം നൽകിയിരിക്കുന്നത്. വിഭാഗീയത ഒരു കാരണവശാലും ഉണ്ടാകരുത്, അത് ഏതെങ്കിലും തരത്തിൽ വിജയ സാധ്യതയ്ക്ക് തടസ്സമുണ്ടാക്കരുത്. ഇത്തവണ 4 or 5 സീറ്റുകൾ കേരളത്തിൽ നിന്ന് പിടിക്കുക എന്നതാണ് കേന്ദ്ര നേതൃത്വത്തിന്റെ ലക്ഷ്യം. അതിന് ഈ സംസ്ഥാന നേതൃത്വം ഏത് രീതിയിലാണോ പ്രവർത്തിക്കുന്നത് അത്തരത്തിൽ ശക്തമായ പ്രവർത്തനം ഉണ്ടാകുക, എല്ലാവരും ഒരുമിച്ച് കൊണ്ടുപോയി ഇത്തരത്തിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പിനെ നേരിടുക എന്ന് തന്നെയാണ് കർശനമായ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. എന്തായാലും രേണുക സൂചിപ്പിച്ചത് വളരെ കൃത്യമാണ്. ആ കാര്യത്തിൽ ശോഭാ സുരേന്ദ്രൻ ഉൾപ്പെടെ ഇന്നത്തെ പരിപാടിയിൽ, അതായത് സംസ്ഥാന അധ്യക്ഷന്റെ പരിപാടിയിൽ ഉണ്ടാകുമോ എന്നത് തന്നെയാണ് കാത്തിരിക്കുന്നത്. എന്തായാലും ശോഭാ സുരേന്ദ്രൻ, MT രമേശ്, കൃഷ്ണദാസ് ഉൾപ്പെടെയുള്ളവർ ഈ യാത്രയിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് അറിയിച്ചിട്ടുള്ളത്. ആ കാര്യത്തിൽ ഇന്ന് ഉച്ചയോടുകൂടി കാര്യങ്ങൾ അറിയാം. എന്തായാലും JP നദ്ദ എത്തുന്നുണ്ട്. ബീഹാർ രാഷ്ട്രീയം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വലിയ ഡെവലപ്മെന്റ് ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ്. അത്തരത്തിലുള്ള ഈ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ കൂടി അത്തരത്തിൽ എന്തെങ്കിലും പരാമർശങ്ങൾ ഉണ്ടാവുമോ എന്നതും ഇന്നത്തെ കാര്യത്തിൽ ഏറ്റവും പ്രത്യേകത തന്നെയാണ്. രേണുക, നവകേരള സൃഷ്ടിയാണ് ഇടതുപക്ഷം അവരുടെ മുഖ്യ പ്രചാരണ വിഷയമായി ഉയർത്തിക്കാട്ടിയത് കഴിഞ്ഞ കാലങ്ങളിൽ. അതുകൊണ്ട് തന്നെ BJPയും അതേ നിലയിൽ ഒരു മുദ്രാവാക്യം മുന്നോട്ട് വയ്ക്കുകയാണ്. മോദിയുടെ ഗ്യാരണ്ടി പുതിയ കേരളം എന്ന മുദ്രാവാക്യമാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. എന്തായാലും മുന്നണി വിപുലീകരണം ഉൾപ്പെടെയുള്ള ലക്ഷ്യങ്ങൾ ഉണ്ട്. അത്തരം സർപ്രൈസുകളും ഈ യാത്രയിൽ ഉണ്ടാകും എന്നതാണ് KV ബൈജു സൂചിപ്പിക്കുന്നത്. എന്തായാലും യാത്ര ഇന്നു മുതൽ ആരംഭിക്കുകയാണ്. നമ്മൾ മറ്റൊരു വിഷയത്തിലേക്ക് പോവുകയാണ്. കേരളവുമായി ബന്ധപ്പെട്ട് എപ്പോഴും സാമ്പത്തിക ബാധ്യതയുടെയും പെൻഷൻ മുടങ്ങുന്നതിൻ്റെയും ഒക്കെ വാർത്തകൾ ആണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ ആശ്വാസകരമാകുന്ന ഒരു വാർത്ത നമ്മുടെ കായിക മന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയാണ്. രാജ്യാന്തര സ്പോർട്സ് സമ്മിറ്റിലൂടെ 5000 കോടി രൂപയുടെ നിക്ഷേപം ലഭിച്ചതായാണ് കായിക മന്ത്രി V. അബ്ദുറഹ്മാൻ ന്യൂസ് 8നോട് അറിയിച്ചിരിക്കുന്നത്. കായിക രംഗത്ത് 10,000 തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടും എന്ന് അദ്ദേഹം പറയുന്നു. നമുക്കറിയാം, തൊഴിലില്ലായ്മ അതിരൂക്ഷമായി തുടരുന്ന സാഹചര്യമാണ്. കേന്ദ്ര സർക്കാരിനെതിരെയും ഒക്കെ വലിയ വിഷയമായി തൊഴിലില്ലായ്മ എന്നത് അതിനെതിരായ പ്രതിഷേധങ്ങളായാലും പ്രക്ഷോഭങ്ങളായാലും ഒക്കെ ഉയർന്നു വരുന്ന ഒരു സാഹചര്യമുണ്ട്. മനുഷ്യച്ചങ്ങലയിൽ ഉൾപ്പെടെ ഏറ്റവും പ്രധാനം ഈ തൊഴിലവസരങ്ങൾ നഷ്ടപ്പെടുന്ന കാര്യമായിരുന്നു ചൂണ്ടിക്കാണിക്കപ്പെട്ടത്. അപ്പോൾ 10,000 തൊഴിലവസരങ്ങൾ സംസ്ഥാനത്ത് സൃഷ്ടിക്കപ്പെടുന്ന ഒരു സാഹചര്യം എന്ന് പറയുമ്പോൾ വലിയ ആശ്വാസം യുവാക്കളെ സംബന്ധിച്ച് അത് ഉണ്ടാക്കും എന്നത് ഉറപ്പാണ്. സാധാരണക്കാരായ കായിക താരങ്ങൾക്ക് മികച്ച പരിശീലനം ഉറപ്പാക്കാൻ പഞ്ചായത്ത് തലം മുതൽ പദ്ധതികൾ നടപ്പിലാക്കുമെന്നും മന്ത്രി പറയുന്നു. കായിക താരങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പരിഗണന നൽകുന്ന സംസ്ഥാനമാണ് കേരളം. ഓരോ വർഷവും 50 നിയമനങ്ങൾ സർക്കാർ തലത്തിൽ നടപ്പാക്കുന്നുവെന്നും ഇതിനോടകം 741 കായിക താരങ്ങൾക്ക് നിയമനം നൽകിയതായും മന്ത്രി V. അബ്ദുറഹ്മാൻ പറഞ്ഞു. 4 ദിവസം നീണ്ട ഇന്റർനാഷണൽ സ്പോർട്സ് സമ്മിറ്റിന് തിരുവനന്തപുരത്ത് ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ സമാപനമാകുകയാണ്. കായിക മന്ത്രി V. അബ്ദുറഹ്മാൻ ന്യൂസ് 8നോടൊപ്പം ചേരുന്നു. ഇങ്ങനെയൊരു രാജ്യാന്തര തരത്തിലുള്ള സമ്മിറ്റ് നടത്തിയതിലൂടെ നമ്മുടെ കായിക രംഗത്തിന് ഏത് തരത്തിലുള്ള നേട്ടങ്ങൾ ഉണ്ടാകുമെന്നാണ് ഈ ഒരു ഘട്ടത്തിൽ സമാപിക്കുമ്പോൾ കരുതാൻ കഴിയുന്നത്? നമ്മുടെ എല്ലാ വിഭാഗത്തിൽപ്പെടുന്ന കായിക രംഗങ്ങളിൽ അതുമായി നടന്ന ചർച്ചകൾ, അതിൽ അവതരിപ്പിക്കുന്ന പ്രബന്ധങ്ങൾ, ഇതൊക്കെ തന്നെ നമ്മുടെ സംസ്ഥാനത്തിന് മുതൽക്കൂട്ടാണ്. ഇന്ന് നമ്മൾ മുന്നോട്ട് വെച്ച കായിക നനവുമായി ബന്ധപ്പെട്ട് അതിന് ശക്തി പകരുന്ന നിരവധി രേഖകൾ നമുക്കിതിൽ ലഭ്യമാകുന്നു. വിവിധ യൂണിവേഴ്സിറ്റികൾ ഇവിടെ അവതരിപ്പിച്ച 27 പ്രമേയങ്ങൾ അത് പ്രബന്ധങ്ങളായി മാറും. അതിൻ്റെ ഗുണം നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ലഭ്യമാണ്. ഇപ്പം നമുക്ക് ഏറ്റവും കൂടുതൽ ഇപ്പോൾ ക്രിക്കറ്റ് താരങ്ങൾ, അല്ലെങ്കിൽ ഫുട്ബോൾ താരങ്ങൾ, നീന്തൽ താരങ്ങൾ, അപ്പോൾ ഈ ഒളിമ്പിക്സ് ലക്ഷ്യമാക്കിക്കൊണ്ട് വരെ മുമ്പോട്ട് വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് താരങ്ങളുണ്ട്. പക്ഷേ സാധാരണക്കാരായ ആളുകൾക്ക് ഏറ്റവും ബുദ്ധിമുട്ട് നേരിടുന്നതിൻ്റെ ചിലവാണ്. അപ്പോൾ ഈ ചിലവ് കുറച്ചുകൊണ്ട് അവർക്ക് മികച്ച രീതിയിലുള്ള ഈ കായിക പരിശീലനം ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും അവസരങ്ങൾ ഈ ഒരു സമ്മിറ്റിലൂടെ തുറക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകും. ഈ സമ്മിറ്റിൻ്റെ പ്രത്യേകത തന്നെ അതാണ്. പഞ്ചായത്ത് തലത്തിൽ നിന്നാണ് നമ്മൾ തുടങ്ങാൻ പോകുന്നത്. നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മുന്നോട്ട് വെച്ച 1000 പദ്ധതികളാണ് നമ്മൾ അടുത്ത വർഷം മുതൽ നടപ്പിലാക്കാൻ പോകുന്നത്. അപ്പോൾ അതിനാണ് നമ്മൾ മൈക്രോ ലെവൽ സ്പോർട്സ് എന്ന് അതിനെ പറയുന്നത്. ആ പരിശീലന പരിപാടികൾ അതാത് പഞ്ചായത്തുകളിൽ നിന്ന് തുടങ്ങി അതിനെ നമ്മുടെ ജില്ലാ സ്പോർട്സ് കൗൺസിൽ ഏറ്റെടുക്കുകയും അതിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന കുട്ടികളെ നമ്മുടെ സംസ്ഥാന സ്പോർട്സ് കൗൺസിലിൻ്റെ നേതൃത്വത്തിൽ പരിശീലിപ്പിക്കുകയും ചെയ്യും. അപ്പോൾ ഇതിനൊക്കെ തന്നെ കൃത്യമായ പ്ലാനുകൾ നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. ആ പ്ലാനുകൾ നടപ്പിലാക്കുന്ന ആവശ്യമായുള്ള പരിശീലകരെ നമ്മൾ ഉറപ്പുവരുത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഈ മേഖല നിങ്ങൾ കാണേണ്ടത് കായികത്തെ ഒരു
സാമ്പത്തിക മേഖല കൂടിയാക്കി നമ്മൾ മാറ്റുക. കായിക രംഗത്തെ സാമ്പത്തിക മേഖലയിൽ വിവിധ ഘട്ടങ്ങളുണ്ട്. അത് വിദ്യാഭ്യാസത്തിൽ വരണം, തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കണം. അപ്പോൾ നമ്മൾ ഇന്ന് വിഭാവനം ചെയ്യുന്ന ഈ പദ്ധതി പ്രകാരം അടുത്ത വർഷത്തിൽ 10,000 പേർക്ക് ജോലി ചെയ്യാൻ നമുക്ക് കഴിയും. അതോടൊപ്പം തന്നെ കായിക അടിസ്ഥാന വികസനത്തിൽ ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം 1,700 കോടി രൂപയാണ് ചെലവഴിച്ചത്. ഇതിലൂടെ നമുക്ക് ലഭ്യമായിട്ടുള്ള ഇപ്പോൾ ഏറ്റവും പുതിയ കണക്ക് 5,250 കോടി രൂപയുടെ ഈ രാജ്യാന്തര സമ്മിറ്റിലൂടെ നമുക്ക് കേരളത്തിൽ എത്തിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇപ്പോഴും പ്രധാനപ്പെട്ട ഒരു കാര്യം, നിരവധി കായിക താരങ്ങൾക്ക്, അതായത് നേരത്തെ തന്നെ സർക്കാർ ജോലിയിൽ പ്രവേശിക്കേണ്ടിയിരുന്നവർ, അവർക്ക് ഇപ്പോഴും അതിന് കഴിയാതെ തെരുവിൽ സമരം ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. ഇന്ത്യയിൽ തന്നെ ഒരു സംസ്ഥാനം ഏറ്റവും അധികം കായിക താരങ്ങൾക്ക് സർക്കാർ ജോലി നൽകിയത് കേരളത്തിലാണ്. നിങ്ങൾ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഉന്നയിക്കുന്നത്? ഈ ജൂഡോ താരങ്ങളടക്കം പലപ്പോഴും ഈ ഒരു മാസം മുമ്പ് വരെ, അതായത് അവർ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ മിനിസ്റ്ററുമായിട്ട് ചർച്ച നടത്തിയിരുന്നു. അതിനുശേഷം കഴിഞ്ഞ ഗവൺമെൻറ് കാലത്തുള്ള ലിസ്റ്റായിരുന്നു ഏറ്റവും പഴയത്. ആ ഗവൺമെൻറ് ആർക്കും തന്നെ ജോലി കൊടുത്തിട്ടില്ല. 7.5 വർഷം മുമ്പ് അവർക്ക് മുഴുവൻ നമ്മളിപ്പോൾ ജോലി കൊടുത്തു കഴിഞ്ഞു. ഒരു വർഷത്തിൽ 50 പേർക്കാണ് നമ്മൾ ജോലി കൊടുക്കാമെന്ന് വാഗ്ദാനം ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ അധികാരത്തിൽ വന്നതിന് ശേഷവും ഇപ്പോൾ അത് പ്രകാരം 741 ആളുകൾക്ക് ഇപ്പോൾ ജോലി നൽകി കഴിഞ്ഞു. ഇനി 2019-20 ലിസ്റ്റിൽ വരുന്ന ആളുകളാണ്. അതിൻ്റെ അപ്പോയിൻമെൻറ്റ് നടക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ മേഖലയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ നൽകിയതും നമ്മളാണ്. പക്ഷേ ഇതിനെ വേറെ രീതിയിൽ വക്രീകരിച്ച് കാണിക്കാനുള്ള നടപടികൾ ശരിയല്ല. അത് പ്രചരണം മാത്രമാണ്. ഈ കാര്യത്തിൽ ഇന്ത്യയിലൊരു സംസ്ഥാന ഗവൺമെൻറ് എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് കേരളം മാത്രമാണ്. അതുമാത്രമല്ല, കായിക താരങ്ങൾക്ക് ജോലി നൽകുക എന്നുള്ളതിൽ മറ്റൊരു ആശയം കൂടിയുണ്ട്. അവർ കായിക രംഗത്ത് നമ്മുടെ രാജ്യത്തിന് വേണ്ടി നിലകൊണ്ടവരാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ജീവിതം സേഫാക്കുക എന്നുള്ളത് നമ്മുടെ കടമയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ജോലികളൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ മറ്റുള്ള പ്രോപഗണ്ടകളിൽ ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. ഈ ഒരു സമ്മിറ്റ് കൊണ്ട് നമുക്ക് എത്ര വർഷത്തിനകം ഒരു തൊഴിൽ ഇത്രയധികം ആളുകൾക്ക്, ഇപ്പോൾ താങ്കൾ തന്നെ സൂചിപ്പിച്ച പോലെ 5,000-ലധികം കോടിയുടെ നിക്ഷേപം ഇവിടേക്ക് എത്തുന്നുവെന്ന് പറയുമ്പോൾ അത് തൊഴിൽപരമായി എത്ര പേർക്ക് എത്ര നാളുകൾക്കകത്ത് ജോലിയിൽ പ്രവേശിക്കാനുള്ള ഒരു അവസരം ലഭിക്കും എന്നാണ് ഈ ഒരു ഘട്ടത്തിൽ കായിക വകുപ്പിന് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ്. ഇപ്പോൾ മറ്റൊന്നുണ്ട്, ക്രിക്കറ്റ് അസോസിയേഷൻ മുന്നോട്ട് വെക്കുന്ന ഒരു ഇൻവെസ്റ്റ്മെൻറ്റ്. ആ ഇൻവെസ്റ്റ്മെൻറ്റ് പൂർത്തി വരുമ്പോൾ എത്ര ജോലി കിട്ടും നിങ്ങൾ തന്നെ പറയാം. ഏകദേശം അവർ മുന്നോട്ട് വെക്കുന്ന 1,200 കോടി രൂപയുടെ പ്രവർത്തനങ്ങൾ നിങ്ങൾ നോക്കുക. അതിൻ്റെ നിർമ്മാണമടക്കമുള്ള മേഖലയെല്ലാം തൊഴിലല്ലേ, അതിൻ്റെ പരിപാലനം തൊഴിലല്ലേ, അതിൻ്റെ റഫറിമാർ തുടങ്ങി എല്ലാവർക്കും അതിൽ നിന്നും ജോലി ലഭ്യമാക്കുകയാണ്. അതുമാത്രമല്ല, ഇപ്പോൾ ഫുട്ബോൾ അസോസിയേഷൻ മുന്നോട്ട് വെക്കുന്നത് എത്ര പേർക്ക് തൊഴിലാണ്. അപ്പോൾ അങ്ങനെയാണ് തൊഴിലുകൾ സൃഷ്ടിക്കപ്പെടുക. കേരളം പോലുള്ള സംസ്ഥാനത്ത് തൊഴിലുകൾ സൃഷ്ടിക്കപ്പെടണം. പുതിയ മേഖലയിലേക്ക് നമ്മൾ കടക്കണം. അതാണ് നമ്മൾ പ്രാവർത്തികമാക്കി എടുക്കുകയാണ് ഇതിലൂടെ. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇതിൻ്റെ നമ്മളിപ്പോൾ പിച്ച് ചെയ്ത് കഴിഞ്ഞു, നമ്മളിത് ആരംഭിച്ചു കഴിഞ്ഞു. ഇതിൽ നമ്മൾ 100 ദിവസത്തെ ഫോളോ അപ്പ് വർക്കുകൾ നടത്തുക, കാര്യങ്ങൾ പഠിക്കുക, അതെങ്ങനെ ഏറ്റവും വേഗത്തിൽ എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ അടുത്ത 1 വർഷത്തെ ഇതിനെ തുടർ പ്രവർത്തനങ്ങളാണ് നടക്കാൻ പോകുന്നത്. ആ തുടർ പ്രവർത്തനങ്ങളുടെ നിങ്ങൾ പറയുന്ന എല്ലാ സംശയങ്ങൾക്കും അത് നിവാരണമുണ്ടാവും. സാധാരണക്കാരായ കായിക താരങ്ങളുടെ പ്രതീക്ഷകൾക്ക് നിറം പകരുന്ന ഒരു രാജ്യാന്തര സമ്മിറ്റിനാണ് സമാപനമാകുന്നത്. അത് 5,000 കോടിയുടെ നിക്ഷേപത്തിലൂടെ 10,000-ലേറെ താരങ്ങൾക്ക് അല്ലെങ്കിൽ തൊഴിൽ നൽകുന്ന തരത്തിലേക്ക് ആ സമ്മിറ്റ് മാറുമെന്ന ഉറപ്പും മന്ത്രി നൽകുന്നു. ക്യാമറമാൻ സി വിനോദിനൊപ്പം ഡാൻ കുര്യൻ, ന്യൂസ് 18. എന്തായാലും രാജ്യാന്തര സ്പോർട്സ് സമ്മിറ്റിലൂടെ 5,000 കോടി രൂപയുടെ നിക്ഷേപം ലഭിച്ചു എന്ന കാര്യമാണ് മന്ത്രി വിശദീകരിച്ചത്. ഒപ്പം തൊഴിലവസരങ്ങൾ 10,000 തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടും എന്ന കാര്യം കൂടി അദ്ദേഹം സൂചിപ്പിക്കുകയാണ്. 1.5 വർഷം കഴിഞ്ഞിട്ടും ബാലാരിഷ്ടത മാറാതെ സർക്കാരിന്റെ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയായ മെഡിസപ്പ് എംപാനൽ ചെയ്തിട്ടുള്ള ആശുപത്രികളിൽ പോലും പല അസുഖങ്ങൾക്കും ചികിത്സ ലഭിക്കുന്നില്ല. പണരഹിത ചികിത്സയെന്ന വാഗ്ദാനവും പലപ്പോഴും നടപ്പാകുന്നില്ല. 2022 ജൂലൈയിലാണ് മെഡിസെപ്പ് പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. സർക്കാരിന്റെ അഭിമാന പദ്ധതി എന്നായിരുന്നു അവകാശവാദം. ജീവനക്കാർക്കും പെൻഷൻകാർക്കും മെച്ചപ്പെട്ട ചികിത്സയായിരുന്നു ലക്ഷ്യം. 500 രൂപയാണ് പ്രതിമാസം അടക്കേണ്ടത്. പദ്ധതി ആരംഭിച്ച് 1.5 വർഷത്തോളമായിട്ടും പരാതികൾ തീരുന്നില്ല. എല്ലാ അസുഖങ്ങൾക്കും ചികിത്സ എന്നായിരുന്നു വാഗ്ദാനം.
പണരഹിത ചികിത്സ എന്ന വാഗ്ദാനം പാലിക്കാനും പല സ്വകാര്യ ആശുപത്രികളും തയ്യാറാകുന്നില്ല. ചികിത്സയ്ക്ക് മുൻകൂർ പണം ആവശ്യപ്പെടുന്ന ആശുപത്രികൾ നിരവധി. ഗുരുതര രോഗം ബാധിച്ച ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യപ്പെടുന്ന രോഗി 24 മണിക്കൂറിനുള്ളിൽ മരണപ്പെട്ടാൽ ആനുകൂല്യം ലഭിക്കില്ല. ഹൃദയ സംബന്ധമായ ചികിത്സയുടെ ഭാഗമായി നടത്തുന്ന ആൻജിയോഗ്രാം ചെയ്തതിനു ശേഷം അഡ്മിറ്റ് ചെയ്യാതെ ചികിത്സ തേടിയാലും ഇൻഷുറൻസ് പ്രതീക്ഷിക്കേണ്ട. അപകടം എന്നത് വാഹനാപകടം മാത്രമായി പരിമിതപ്പെടുത്തിയതിനാൽ മറ്റ് അപകടങ്ങൾ സംഭവിച്ചാലും ചികിത്സ വഴിമുട്ടും. മെഡിസെപ്പിന്റെ സൈറ്റിൽ തന്നെ നൽകിയിരിക്കുന്ന ആശുപത്രികളുടെ ലിസ്റ്റിൽ പലയിടത്തും രോഗികൾ എത്തിയാൽ മെഡിസെപ്പിന്റെ സൈറ്റിൽ പറയുന്ന രോഗങ്ങൾക്ക് ചികിത്സയില്ല. ഇങ്ങനെ പരാതികളുടെ പട്ടിക നീളും. സ്വകാര്യ ആശുപത്രികളെയാണ് സർക്കാർ പഴിചാരുന്നത്. ആശുപത്രികളാകട്ടെ സർക്കാരിനെയും. കുറ്റം ആരുടേതായാലും ബുദ്ധിമുട്ടുന്നത് ജീവനക്കാരാണ്, അവരുടെ കുടുംബാംഗങ്ങളാണ്. വൈകാതെ പ്രശ്നപരിഹാരം വേണമെന്ന ആവശ്യവും ശക്തമാവുകയാണ്. ജീവനക്കാർക്ക് അനുഗ്രഹമാണ് മെഡിസെപ്പ് എന്നാണ് സർക്കാരിന്റെ അവകാശവാദം. എന്നാൽ 14 വർഷമായി സർക്കാർ സർവീസിലുള്ള അനുപമയുടെ അനുഭവം ഈ അവകാശവാദങ്ങളെ പൊളിക്കുന്നതാണ്. കഴിഞ്ഞൊരു മാസമായിട്ട് പെട്ടെന്നൊരു ഷോൾഡർ പെയിനും ഈ നെക്കിന്റെ ഇവിടെ നിന്നൊരു വേദന വന്നപ്പോഴത്തേക്കും നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ ബാമും പെയിൻ റിലീഫൊക്കെ ഇട്ടിരുന്നു. പിന്നെ പെട്ടെന്ന് അങ്ങോട്ട് ഒരു ദിവസം വേദന കൂടിയപ്പോൾ നേരെ ന്യൂറോ സർജറി ഉള്ളത് നമ്മുടെ മെഡിക്കൽ ട്രസ്റ്റിലാണ്, എറണാകുളം പള്ളിമുക്ക്. അപ്പോൾ മെഡിക്കൽ ട്രസ്റ്റിൽ ചെന്നപ്പോൾ അവിടെ ന്യൂറോ സർജറി അല്ലെങ്കിൽ ന്യൂറോ സർജൻ ഉണ്ടെന്ന് ഉറപ്പ് വരുത്തി. അപ്പോൾ അവർ നമ്മളോട് ചോദിച്ചു, നിങ്ങൾക്ക് ഇൻഷുറൻസ് ക്ലെയിം എന്തെങ്കിലും ഉണ്ടോ? കാരണം ഒരു 3 lakhs അടുത്താവും ഈ സർജറിക്ക് എന്ന് അവർ പറഞ്ഞു. അപ്പോൾ നമ്മൾക്ക് ഓട്ടോമാറ്റിക്കലി ഉണ്ടല്ലോ, മെഡിസെപ്പ് നമ്മുടെ ക്ലെയിം പിടിച്ചുകൊണ്ടിരിക്കുന്നതാണല്ലോ സർക്കാർ നാളുകളായിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു മെഡിസെപ്പ് ഉണ്ട്. അത് കഴിഞ്ഞ് സർജറി ചെയ്ത് ഒരു 2.5-3 അടുത്തായി. അത് കഴിഞ്ഞപ്പോഴാണ് ഇൻഷുറൻസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നൊക്കെ അവർ വരുവാണ് മെഡിക്കൽ ട്രസ്റ്റിന്റെ. അപ്പോൾ അവരോടില്ല മെഡിസെപ്പ് തരില്ല, പൂർണ്ണമായും തരില്ല. കാരണം അത് എന്താ കാര്യം എന്ന് ചോദിച്ചപ്പോൾ ഞാൻ നിങ്ങൾക്ക് അറിയിക്കേണ്ട ഒരു ബാധ്യതയുണ്ടല്ലോ. കാരണം ഇത് ഉണ്ടെന്ന് അറിഞ്ഞത് കൊണ്ട് മാത്രം നമ്മൾ ഈ ഹോസ്പിറ്റലിലേക്ക് വന്നതാ. ഇത് അനുപമയുടെ മാത്രം അനുഭവമല്ല. നിരവധി സർക്കാർ ജീവനക്കാരും കുടുംബാംഗങ്ങളും ഈ പ്രതിസന്ധി നേരിടുകയാണ്. സർക്കാരിന്റെ വാഗ്ദാനവും മെഡിസെപ്പും വിശ്വസിച്ച് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയ്ക്ക് പോകും. ലക്ഷങ്ങളുടെ ബില്ല് വരുമ്പോൾ ഞെട്ടും. മെഡിക്കൽ ടെസ്റ്റിൽ ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ എന്താ നിങ്ങൾ ഇങ്ങനെ ചോദിച്ചപ്പോൾ അവർക്ക് അതിന് പ്രത്യേകിച്ച് മറുപടിയൊന്നുമില്ല. കാരണം മെഡിസെപ്പുകാരായിട്ടുള്ള എന്ത് ഇഷ്യൂ ആണെന്നോ അവർ പൈസ കൊടുക്കുന്നില്ലെന്നോ ഗവൺമെന്റ് ഇവർക്ക് പൈസ അതിനെപ്പറ്റിയിട്ട് എനിക്ക് ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും അറിയില്ല. അപ്പോൾ എൻ്റെ കൺസേൺ ഞാൻ ഇത് ഉന്നയിക്കുമ്പോൾ ഇതായിരുന്നില്ല. കാരണം എനിക്കിപ്പോൾ അച്ഛനും അമ്മയും റിട്ടയർഡ് ഗവൺമെന്റ് സർവൻസ് ആണ്, ഹസ്ബൻഡ് ബാങ്കിലാണ്, വീട്ടിൽ കുഴപ്പമില്ല. ഇപ്പോൾ പെട്ടെന്ന് ഒരു 2 ലക്ഷം എടുക്കാൻ പറഞ്ഞാൽ എങ്ങനെയെങ്കിലുമൊക്കെ നമ്മുടെ കയ്യിൽ ഉണ്ടാവും. അതങ്ങോട്ട് ആ സർജറി അങ്ങോട്ട് കഴിഞ്ഞു, ഞാൻ ഓക്കെ ആവുന്നു, വൈകാതെ ഞാൻ തിരിച്ച് ജോലിക്ക് ജോയിൻ ചെയ്യും. പക്ഷെ നമ്മൾ ഈ ഒരു സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞപ്പോഴാണ് ഇത് എത്രത്തോളം നമ്മളെ ബാധിക്കുന്നു, അല്ലെങ്കിൽ സാധാരണ ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥൻ അതെങ്ങനെ ബാധിക്കുന്നു. മെഡിസെപ്പിന്റെ വെബ്സൈറ്റ് പരിശോധിച്ചാൽ എറണാകുളം മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിൽ ന്യൂറോ സർജറിക്ക് ഇൻഷുറൻസ് ലഭിക്കുമെന്ന് കാണാം. എന്നാൽ പിന്നെ അനുപമയ്ക്കുണ്ടായ ദുരനുഭവത്തിന്റെ കാരണക്കാർ ആര്? മറുപടി പറയേണ്ടത് സർക്കാരാണ്. ന്യൂസ് 18 തിരുവനന്തപുരം. സർക്കാർ മറുപടി പറയേണ്ട നിരവധി ചോദ്യങ്ങളാണ്. നിരവധി പേരാണ് ഈ രീതിയിൽ ചികിത്സ തേടിയിട്ട് പൈസ കിട്ടാതെയും ചികിത്സയ്ക്ക് കഴിയാതെയും ഒക്കെ ബുദ്ധിമുട്ടുന്നത്. അവരിൽ നിന്നും പണം ഈടാക്കിയിട്ട് പോലും അവർക്ക് ആ സേവനം 1.5 വർഷം കഴിഞ്ഞിട്ടും പൂർണ്ണ തോതിൽ ലഭ്യമാകുന്നില്ല എന്നതാണ് വിഷയം. വരും ബുള്ളറ്റിനുകളിലും നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യും. ഇതിൽ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും അധികാരികൾ മറുപടി പറയുന്നതുവരെ. തിരിച്ചെത്താം മറ്റു വാർത്തകളിലേക്ക് ഇടവേളയ്ക്ക് ശേഷം. ചേരുന്നത് ഹരികൃഷ്ണൻ, സ്വാഗതം. നമസ്കാരം. എനിക്ക് വീഡിയോ കാണാൻ പറ്റുന്നില്ലായിരുന്നു, എന്റെ ഓഡിയോ മാത്രമേ കാണുന്നത്. ഓക്കെ, എന്നെ കേൾക്കാമല്ലോ? ആ, കേൾക്കാം. അതിപ്പോൾ ചിത്രം ഒരു സമ്മിശ്ര പ്രതികരണം, ആളുകൾ കണ്ട് ഇഷ്ടപ്പെട്ടു വരുന്നു. അങ്ങനെയുള്ള പോസിറ്റീവ് റിവ്യൂസ് ഒക്കെ വന്നു തുടങ്ങിയിരിക്കുകയാണ്. ചിത്രം ഇറങ്ങി ആദ്യ ദിവസങ്ങളിൽ ഹരികൃഷ്ണനിൽ ലഭിക്കുന്ന റെസ്പോൺസ് എന്തൊക്കെയാണ്? ഇല്ല, ഇപ്പം പേഴ്സണലി എനിക്ക് പടം ഒരുപാട് ഇഷ്ടപ്പെട്ടു. പിന്നെ എന്റെ കൂടെ വന്ന ആൾക്കാരും എല്ലാരും ഇതിനെ കുറിച്ച് നല്ല അഭിപ്രായങ്ങളാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് ഇതിനെ ഒരു നെഗറ്റീവ് റിവ്യൂ പറയുന്നതെന്നുള്ള കാര്യം എനിക്കത് മനസ്സിലാകുന്നില്ല. ഇപ്പം ഒരുപാട് പേരാണെങ്കിലും ഇപ്പൊ ഫോണിലായാലും ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ ഇതായിട്ടാണ് പറയുന്നത്. പക്ഷെ ഇതിന്റെ അകത്ത് നെഗറ്റീവ് റിവ്യൂ പറയുന്നതിന്റെ റീസൺ എനിക്ക് മനസ്സിലാകുന്നില്ല എന്താണെന്നുള്ളത്. ഓക്കെ, ഹരികൃഷ്ണന്റെ ആദ്യ പടമാണല്ലോ. ചിത്രം കണ്ടിട്ട് ഹരികൃഷ്ണൻ ലഭിക്കുന്ന റിവ്യൂസ് എന്താണ്? അല്ല, എനിക്ക് ഇപ്പം പേഴ്സണലി എന്ന് പറയുമ്പോൾ ഒരുപാട് പേര് കോളും അതേപോലെ മെസ്സേജിലൊക്കെ വളരെ നല്ല അഭിപ്രായങ്ങളാണ് പടത്തെ കുറിച്ച് പറയുന്നത്.
അപ്പം ഞാൻ വളരെ എക്സൈറ്റഡും സന്തോഷവാനുമാണ്. നമ്മുടെ ചിത്രത്തിൽ മോഹൻലാൽ, ഹരീഷ് പേരടി അങ്ങനെ ചില നടന്മാർ ഒക്കെ മാറ്റി നിർത്തിയാൽ പുതുമുഖങ്ങൾ ഒരുപാട് അണിനിരന്ന ചിത്രമാണ്. അത്ര പരിചിതരല്ലാത്ത ഒരുപാട് പേർ അണിനിരന്ന ചിത്രമാണ്. പക്ഷേ കേരളത്തിലെ കേരളത്തിലെ തന്നെയാണോ എന്നറിയത്തില്ല. ഞാനിപ്പോൾ ഹരികൃഷ്ണൻ്റെ ബയോ നോക്കുമ്പോൾ 1 and only കളരിപ്പയറ്റ് വേൾഡ് റെക്കോർഡ് ഹോൾഡർ എന്നതാണ് അതിലെ ബയോയിൽ പറയുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെ ഉള്ള ഒരേ ഒരാളാണ്, കേരളത്തിലെ മാത്രമാണല്ലേ? അല്ല, കളരിപ്പയറ്റിൽ വ്യക്തിഗതയിൽ ഞാനായിരുന്നു റെക്കോർഡ് സൃഷ്ടിച്ചത്. അപ്പൊ അങ്ങനെയാണ് ചെയ്തത്. അങ്ങനെ എഴുതുന്നൊരു വാക്ക് ഞാൻ എഴുതിയത്. കേരളത്തിൽ എന്തായാലും ഇങ്ങനെ അവകാശപ്പെടാൻ മറ്റൊരാളില്ല. കളരിപ്പയറ്റില് വ്യക്തിഗതയിൽ റെക്കോർഡ് ഇട്ടിട്ടില്ല ഗിന്നസിലാരും ആരും. അപ്പോ ഇതിൽ ഒരു വില്ലൻ വേഷം എന്ന് തന്നെ നമുക്ക് പറയാം അല്ലേ? അതെ. ചിത്രം കണ്ടില്ലേ നിങ്ങള്? ഞാൻ ചിത്രം കണ്ടിട്ടില്ല. ആ വില്ലൻ വേഷം എന്നുവെച്ചാൽ മൂന്ന് വില്ലന്മാരുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അതിൽ ഒരാൾ അത്ര പ്രധാനപ്പെട്ട ഒരു ക്യാരക്ടറാണ് ചെയ്യുന്നത്. ഈ ചിത്രത്തെക്കുറിച്ച് ഒരുപാട് സസ്പെൻസുകൾ ഉണ്ടായിരുന്നു. അതൊക്കെ ചിത്രം പുറത്തു വന്നപ്പോഴാണ് ആ സസ്പെൻസ് ഒക്കെ നീങ്ങിയത്. തൻ്റെ സ്വന്തം കഥാപാത്രത്തെക്കുറിച്ച്, അതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് എന്തൊക്കെയാണ് പറയാനുള്ളത്? ആക്ച്വലി ഉണ്ടല്ലോ, സ്റ്റാർട്ടിങ്ങിൽ എനിക്ക് അറിയില്ലായിരുന്നു ഞാൻ ഇന്ന വേഷമാണ് പ്ലേ ചെയ്യാൻ പോകുന്നത് എന്നുള്ള ഒരു കാര്യം. ഇപ്പം നിങ്ങളെ പോലെ തന്നെ ഞാനും ഒരു ഞെട്ടലോടാണ് ഇങ്ങനെ ഓരോ കാര്യങ്ങളും, അതിൻ്റെ അകത്തുള്ള ഓരോ വിഷ്വൽസ് ആയാലും അതേപോലെ നിങ്ങളിങ്ങനെ ഓരോ അതിന്റെ വിഷ്വൽസ് ആയാലും ഇതിനെ കുറിച്ചുള്ള എല്ലാ ഒരു രഹസ്യ സ്വഭാവം വെച്ചിട്ടാണല്ലോ ഈ പടം സ്റ്റാർട്ടിങ് ആയിട്ടേ വന്നോണ്ടിരുന്നത്. കാരണം ഒരു വിവരങ്ങളും വെളിയിൽ വിടാതെ. അപ്പം സത്യത്തില് എനിക്കൊരു കോള് വരുമായിരുന്നു ഫോണിൽ. ആക്ച്വലി ഇത് ഹരികൃഷ്ണനാണോ, ഹരീഷിന്റെ നമ്പറാണോ എന്ന് ചോദിച്ചാൽ അതെ, ആരാ സംസാരിക്കും? ഞങ്ങൾ ഇന്ന പോലെ ലിജോ ചേട്ടന്റെ ക്രൂവിൽ നിന്നാണ് വിളിക്കുന്നത്. അദ്ദേഹം ബന്ധപ്പെടും, അതിനു വേണ്ടിയിട്ടാണ് ഈ നമ്പർ കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടാണ് വിളിക്കുന്നതെന്ന് പറഞ്ഞാണ് എന്നെ വിളിക്കുന്നത്. ഒരു 5-8 പേര് ഇങ്ങനെ മാറി മാറി പല ടൈമിലായിട്ട് എന്നെ വിളിച്ചു. ഞാൻ ആദ്യമൊക്കെ വിചാരിച്ചോണ്ടിരുന്നത് ഇതൊരു പ്രാങ്കിന് വേണ്ടിയിട്ട് ആരോ ഇതിന് ചെയ്യാന്ന് വിചാരിച്ചത്. കാരണം ലിജോ ചേട്ടന്റെ ഒരു മൂവിയിൽ ഒരു അവസരം എന്ന് പറയാൻ നേരത്ത് ഇപ്പൊ പല ആൾക്കാരും അദ്ദേഹത്തിന്റെ പുറകെ നടക്കുന്നതാണ് ഒരു അവസരത്തിന്. പക്ഷെ ഇത് ഒരാൾ ഇങ്ങോട്ട് വിളിച്ച് ഇങ്ങനെ പറയാൻ നേരത്ത് നമുക്ക് ആദ്യം അങ്ങനെ വിശ്വസിക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ ലിജോ ചേട്ടനെ കാണണം, മീറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് നമുക്ക് വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ നേരിട്ട് പോയി മീറ്റ് ചെയ്തു. അപ്പോഴും നമ്മള് എന്താ പറയുക, എന്നോട് കൂടുതലായിട്ടൊന്നും പറഞ്ഞില്ല. അപ്പോഴും ഞാൻ വിചാരിക്കുന്നത് കളരിയുടേതായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഇത് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും, അല്ലെങ്കിൽ അതിനുവേണ്ടി എന്തെങ്കിലും ഹെൽപ്പിന് വേണ്ടിയിട്ടായിരിക്കും ഇന്നതുപോലെ നമ്മളെ ഇൻവൈറ്റ് ചെയ്തെന്ന, അല്ലെ നമ്മുടെ ഒരു ഹെൽപ്പ് വേണം അതിന് വേണ്ടിയിട്ടായിരിക്കും എന്നാണ് കരുതിയത്. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴും ഇങ്ങനെ മീറ്റ് ചെയ്തു. ശരി ഹരി, ഞാൻ ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടി വിളിച്ചതാണെന്നാ പറഞ്ഞു. അത് കഴിഞ്ഞ് സംസാരിച്ചതിന് ശേഷം ഇങ്ങനെ പോകുന്നു. അത് കഴിഞ്ഞ് പിന്നൊരു പ്രാവശ്യം എന്നെ കോൾ ചെയ്തു. അപ്പോഴാണ് ആക്ച്വലി അദ്ദേഹം പറഞ്ഞത് ഇത് വിക്രം മോറ എന്ന് പറഞ്ഞ സ്റ്റണ്ട് മാഷാണ്. അപ്പൊ ഞാൻ പറയാതെ തന്നെ അദ്ദേഹത്തെ കുറിച്ച് അറിയായിരിക്കുമല്ലോ അല്ലെ. കാന്താര, അതേപോലെ തന്നെ KGF പോലുള്ള പ്രമാണ്ട ചിത്രങ്ങൾ എടുത്ത് 2 നാഷണൽ അവാർഡ് വിന്നറായിട്ടുള്ള അദ്ദേഹമാണ്. അപ്പൊ അദ്ദേഹത്തിനെ മീറ്റ് ചെയ്യിക്കാനെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ഇത് കളരിയുടേതായിട്ടുള്ള എന്റേതായിട്ടുള്ള കാര്യങ്ങളും കൂടി ഇതിൻ്റെ അകത്ത് ഉൾക്കൊള്ളിക്കാൻ, അല്ലെങ്കിൽ ഒരു പുള്ളിനൊന്ന് അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും എന്നാണ് ഞാൻ കരുതിയത്. അത് കഴിഞ്ഞ് അദ്ദേഹമായിട്ട് സംസാരിച്ചു. അങ്ങനെ സംസാരിച്ചു കഴിഞ്ഞപ്പോഴും അദ്ദേഹം പറഞ്ഞ എന്തെന്ന് വെച്ച് കഴിഞ്ഞാല്, ഓക്കെ, അപ്പം ഈ വിക്രം മോറ എന്ന് പറഞ്ഞ മാസ്റ്ററിനെ അറിയാം, ഞാൻ ഇന്ന റോൾ പ്ലേ ചെയ്യുന്നുള്ളത്, പക്ഷെ എനിക്കറിയത്തില്ല. സംസാരിച്ചു കഴിഞ്ഞപ്പോ കളരിയുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇദ്ദേഹം പറഞ്ഞു, ഞാൻ കളരിയിൽ അത്ര പരിചിതനല്ല, അതുകൊണ്ട് ലിജു ചേട്ടനോടാ ചോദിക്കുന്നത്, പരിചിതനല്ല, എനിക്കൊരു അസിസ്റ്റന്റിനെ വേണോന്ന്, അല്ലെങ്കിൽ ഇന്ന പോലെ നല്ലപോലെ അറിയാവുന്ന ഒരു വ്യക്തിനെ വേണം ഈ പടത്തിന് വേണ്ടി ഹെൽപ്പ് ചെയ്യാനെന്ന് പറഞ്ഞപ്പോ അപ്പം ലിജു ചേട്ടൻ പറഞ്ഞു, ഹരിയുണ്ടല്ലോ, പിന്നെ നമുക്ക് അതിന്റെ ആവശ്യമില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പം എന്നോട് ചോദിച്ചു, ചെയ്യാൻ പറ്റത്തില്ല ഹരി എന്ന് ചോദിച്ചാൽ, തീർച്ചയായിട്ടും ചേട്ടാ ഞാനത് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പം മറ്റേ മാസ്റ്റർ ചോദിച്ച്, മതിയാവോ? അല്ലെ, ഹരി ഉണ്ടെങ്കിൽ പിന്നെ വേറൊരാളുടെ ആവശ്യം അവിടെ വരുന്നില്ല മാസ്റ്റർ, നിങ്ങൾ ധൈര്യമായിട്ട് മുന്നോട്ട് പൊക്കോളാനാ പറഞ്ഞു. അങ്ങനെയാണ് ഇത് വന്നത്. അപ്പോഴും എനിക്ക് ഇതില്ല. പിന്നെ ഞാൻ ഈ ഷൂട്ടിങ്ങിൽ എന്നെ അവിടുത്തെ നേരത്തെ വിളിച്ചു കഴിഞ്ഞിട്ട് അന്ന് സ്റ്റാർട്ടിങ് ടൈമിലേ വിളിച്ചു. അപ്പൊ ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് നമ്മൾ അറിയുന്നത് ഇന്ന പോലൊരു വേഷം നമുക്ക് വെച്ചിട്ടുണ്ട്. അപ്പോഴാണ് പാങ്ങോട്ട് മല്ലൻ ആണ്
തന്റെ കഥാപാത്രം എന്ന് മനസ്സിലായോ അപ്പോഴെങ്കിലും? അതെ 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 അതെ. പിന്നെ ഇത് കളരിപ്പയറ്റ് തന്നെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്യാരക്ടറാണല്ലോ. എങ്കിൽ പോലും കൂടുതൽ തയ്യാറെടുപ്പുകൾ എന്തെങ്കിലും വേണ്ടി വന്നോ? ഞാൻ പറഞ്ഞില്ലേ, ഞാൻ തയ്യാറെടുക്കാനായിട്ട് ഞാൻ ഇതിനെപ്പറ്റി ഒന്നും അറിഞ്ഞില്ലായിരുന്നു. അപ്പം അവിടെ ചെന്ന് കഴിഞ്ഞാണ് നമ്മൾ ഇതിനെപ്പറ്റി അറിഞ്ഞത്. അപ്പം ഒരു ആസ് എ ഡയറക്ടർ എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന് ഒരു കാഴ്ചപ്പാടുണ്ടല്ലോ. ഇപ്പം ഇന്ന ആള് മതി, അല്ലെങ്കിൽ ഇന്ന ഫിഗർ ആണ് വേണ്ടത്, അല്ലെങ്കിൽ നമ്മൾ ഓരോ കഴിവിനെ കുറിച്ച് നല്ലപോലെ അദ്ദേഹം നല്ലപോലെ നോക്കിയിട്ട് ചെക്ക് ചെയ്തിട്ട് റീചെക്ക് ചെയ്തിട്ടായിരിക്കുമല്ലോ അദ്ദേഹം ഇന്ന പോലെ ഒരു ക്യാരക്ടർ. അതും ഞാൻ പറയുകയാണെങ്കിൽ ഇതിൻ്റെ അകത്ത് എനിക്ക് തോന്നുന്നു ഒരു വലിയൊരു ക്യാരക്ടറാണ് എനിക്ക് തന്നിരിക്കുന്നത്. കാരണം ഞാൻ മലയാള സിനിമയിൽ ഒരു തുടക്കക്കാരനാണ്. അപ്പം ഇങ്ങനെ ഡയലോഗ് പറഞ്ഞുള്ളൊരു വേഷം ഞാൻ ആദ്യമായിട്ടുമാണ് ചെയ്യുന്നത്. അപ്പൊ അതിൻ്റെ അകത്ത് ലെങ്തി ഡയലോഗുള്ള കാര്യങ്ങൾ വരെ ഉണ്ടായിരുന്നു. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഭയങ്കര ഒരു അതിശയമായിട്ടാണ് തോന്നി. കാരണം എന്നെ ഒരു സ്ക്രീൻ ടെസ്റ്റ് പോലും അദ്ദേഹം ചെയ്തില്ല. അപ്പൊ അദ്ദേഹം അത്രയും ഒരു ട്രസ്റ്റ് നമ്മളിലേക്ക് തന്നത് കൊണ്ടായിരിക്കണമല്ലോ നമുക്ക് അങ്ങനെ ഒരു വേഷം ചെയ്യാൻ പറ്റിയത്. ഇത് കാരണം വെച്ചാൽ ഇതിന്റെ നമ്മളിപ്പം സ്റ്റാർട്ടിങ് അവിടെ ചെന്നപ്പോൾ ഉള്ള ഒരു സാഹചര്യം എന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു വിഷമഘട്ടത്തിലായിരുന്നു അവിടെ ചെന്നത്. കാരണം എൻ്റെ അടുത്ത് ഈ ശ്യാംലാൽ എന്ന് പറഞ്ഞ ഒരു ചേട്ടനായിരുന്നു, ഈ ക്രൂവിലുണ്ടായിരുന്ന ചേട്ടനായിരുന്നു. ഇന്ന പോലെ അവിടെ വരുമ്പം ജാക്കറ്റ് എടുത്തോണമെന്ന് പറഞ്ഞു. ഞാനപ്പം അത്രയും സീരിയസ്നെസ് എടുത്തില്ല ആ ഒരു വാക്ക്. ജാക്കറ്റ് എടുത്തു. നല്ല ആ തണുപ്പിനെ കുറിച്ച് നമുക്ക് അങ്ങനെ ഒരു അവയർനെസ് ഇല്ലല്ലോ. രാജസ്ഥാനിലാണ് ഷൂട്ട് സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ അത് ഭയങ്കര വലിയൊരു തണുപ്പ് ഉള്ള സമയത്തായിരുന്നു ഞാൻ അവിടെ ചെന്ന് ലാൻഡ് ചെയ്തു. അത് തണുപ്പ് മാത്രമല്ല, സത്യത്തിൽ ഒരു പൊടിക്കാറ്റ് നിറഞ്ഞതുകൊണ്ട് നമുക്ക് ഭയങ്കര അസ്വസ്ഥതയായിരുന്നു. ഇപ്പൊ എനിക്കെന്നല്ല, ആ ക്രൂവിലുള്ളവരെല്ലാരും ഒരുപാട് സഫർ ചെയ്ത് ആ ഒരു ഇത് എന്നുവെച്ചാൽ ഇതൊന്ന് ഷൂട്ട് ചെയ്ത് തീർക്കാനായിട്ട് ഭയങ്കരമായിട്ട് സഫർ ചെയ്തിട്ടുണ്ട് ഒരുപാട് പേര്. ഇത് ഈ മോർണിംഗ് ആയതുകൊണ്ട് തന്നെ ഈ മോർണിംഗ് കാറ്റെന്ന് വെച്ചാൽ നമുക്ക് എവിടെയും ഒരു നിൽക്കാനോ ഇതിനുള്ള സ്ഥലമില്ല. മൊത്തം ഈ തരിശുഭൂമി പോലെ കിടക്കുകയല്ലേ. അപ്പം ഈ പൊടിക്കാറ്റും കൂടെ അടിച്ചു കയറുന്ന സമയത്ത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. അപ്പൊ എന്നെ അതില് അതിശയിപ്പിച്ച കാര്യം എന്ന് പറയുന്നത്, ഇപ്പൊ രാവിലെയൊക്കെ എണീറ്റിട്ട് നമ്മൾ പോകണമെങ്കിൽ തന്നെ ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. അപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ എന്തെങ്കിലും കഴിക്കാനായിട്ട് കൈ വാഷ് ചെയ്ത് കഴിഞ്ഞ് കൈ ഫ്രീസായി പോകും. അത്ര തണുപ്പാണ്. നമുക്ക് പിന്നെ അത് വാം ചെയ്ത് എടുത്താൽ മാത്രമേ നമുക്ക് ആ പഴയ ഒരു ഫ്ലെക്സിബിലിറ്റി കൈക്ക് വരെ കിട്ടത്തുള്ളൂ. മോർണിംഗ് ടൈമിൽ ഷൂട്ടിങ്ങിൽ അവിടെ എത്തണമെങ്കിൽ ഫുൾ ക്രൂ വരണം അവിടെ. അപ്പൊ അവിടെ വന്ന് നമുക്ക് തന്നെ ഒരു ബുദ്ധിമുട്ടാണ്. ശാരീരികമായിട്ടൊക്കെ ഒരുപാട് നമ്മൾ സഫർ ചെയ്തിട്ടുണ്ട്. ആ സമയത്താണ് ലാലേട്ടൻ വന്ന് ഡയറക്റ്റ് ഫൈറ്റ് ആയിരുന്നു സ്റ്റാർട്ട് ചെയ്ത് തന്നെ. അപ്പൊ അതൊക്കെ നമ്മൾ ഒരുപാട് ഞെട്ടിച്ചിട്ടുണ്ട്. പിന്നെ പറയുകയാണെങ്കിൽ എന്താ പറയാ, ഇതിന്റെ ഹരിക്ക് ഈ കോൾ വരുമ്പോൾ ഇതിന്റെ ഭാഗമാകണമെന്ന് പറയുന്നത് വരെ സിനിമയിൽ എനിക്ക് തോന്നുന്നു അതിനു മുൻപും ചെറിയ രീതിയിലൊക്കെ ഭാഗമായിട്ടുണ്ടെന്ന് ഇതുവരെ പറയുന്നത് കേട്ടപ്പോൾ എനിക്ക് തോന്നി സിനിമ ഒരു വലിയ മോഹമായി മനസ്സിൽ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ സിനിമ വലിയൊരു മോഹം എന്നുള്ളതല്ല. ഇതിന് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഞാൻ എൻ്റെ പണ്ടൊരു സുഹൃത്ത് എനിക്കൊന്ന് 2018-19 കാലഘട്ടത്തില് എന്നെ വിളിച്ചിട്ട് പറഞ്ഞ്, സാർ എന്നുവെച്ചാൽ സുഹൃത്ത് ആദ്യത്തിന് മുമ്പുള്ളതാണ്, പറഞ്ഞ് സാറിന്റെ ഒരു ഓപ്പൺ ഡേറ്റ് എനിക്ക് വേണമെന്ന്. എനിക്ക് ഈ സിനിമയിൽ ഉപയോഗിക്കുന്ന വാക്കുകളല്ല ഈ ഡേറ്റ് എന്നൊക്കെ പറയാം. അപ്പം ഞാൻ ചേട്ടൻ മനസ്സിലായില്ല എനിക്ക് പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ, അല്ല സാറിന്റെ ഒരു ഓപ്പൺ ഡേറ്റ് വേണം. ഞാൻ സാറിന്റെ കളറി കാര്യങ്ങളൊക്കെ ഓക്കെയാണ്, എനിക്കിഷ്ടമാണ്. പക്ഷെ സാറിന് ഒരു സിനിമയിലേക്ക് നല്ല രീതിയിൽ ശോഭിക്കാനുള്ള ഒരു ഇതുണ്ട്. അപ്പൊ അതുകൊണ്ട് സാർ എനിക്ക് 2024 ഞാൻ ഒരു പടം ഇറക്കുന്നുണ്ട്. അപ്പൊ അതിന് എനിക്ക് ഓപ്പൺ ഡേറ്റ് വന്നു. അപ്പൊ എനിക്ക് ആദ്യമേ ചിരിയാണ് വന്നത്. പിന്നെ പിന്നെയും പുള്ളി സീരിയസ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു പുള്ളി മദ്യപിച്ചിട്ടാണോ ഇത് ചെയ്യുന്നതെന്ന് ഓർത്തിട്ട് ഞാൻ പുള്ളിയോട് ചോദിച്ചിട്ടുണ്ട്. രാജീവ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്, തൃശ്ശൂരുള്ളതാണ്. അപ്പൊ അദ്ദേഹത്തിനോട് ഞാൻ ചോദിച്ചു, ഇന്ന പോലെ ചേട്ടൻ മദ്യപിച്ചിട്ടാണോ സംസാരിക്കുന്നത്? ഇല്ല, അങ്ങനൊന്നും ഇല്ല. എന്താ അങ്ങനെ ചോദിക്കാൻ കാരണം? അങ്ങനെ സാറിന് പേടിയുണ്ടോന്ന് ചോദിച്ചു. പറഞ്ഞു, എന്നെ വെച്ച് പടം എടുക്കാൻ നിങ്ങൾക്ക് പേടിയില്ലെങ്കിൽ പിന്നെ എനിക്ക് എന്ത് പേടി? അപ്പൊ ഞാൻ അത്ര സീരിയസ്നെസ് ആയിട്ട് അത് എന്നെ എടുത്തിട്ടില്ലായിരുന്നു. അപ്പം അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ അടുത്ത് കഴിഞ്ഞ ദിവസം ഈ പടത്തിന് കിട്ടിക്കഴിഞ്ഞിട്ട് പിന്നെ ഈ പടം ഇറങ്ങിയതിന് ശേഷം അദ്ദേഹം ഒരു വട്ടം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ അന്ന് പറഞ്ഞില്ലായിരുന്നോ, അന്ന് അത് സാർ അതൊരു ഫണ്ണി ആയിട്ട് എടുത്തിട്ട് അതങ്ങ് ആ രീതിയിൽ അങ്ങ് വിട്ടു. പക്ഷെ ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു എന്ന് പറഞ്ഞു. ഞാനിപ്പോ അത് ഓർക്കുമ്പോഴാണ് എനിക്ക്, കാരണം ഓരോ ആൾക്കാരുടെ ഒരു വിഷനെ നമ്മളെ ഒരു കാഴ്ചപ്പാടും അതാണ് ഞാൻ ചിന്തിക്കുന്നത്.
പുള്ളി പടം എടുക്കുന്നുണ്ടോ? അടുത്ത പടം കമ്മിറ്റ് ചെയ്തോ? ഇല്ല, കമ്മിറ്റ് ചെയ്തിട്ടില്ല. അത് ഇങ്ങനെ ഇത് നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഓക്കെ. ഹരി, ഇതിൽ മോഹൻലാൽ LJP കൂട്ടുകെട്ടായിരുന്നു ഈ ചിത്രത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അട്രാക്ഷൻ. അപ്പോൾ ലാലേട്ടനോടൊപ്പം, അതും ആദ്യ സിനിമയിൽ അദ്ദേഹത്തോടൊപ്പം അങ്ങനെ നിന്ന് കളരിപ്പയറ്റ് നടത്തേണ്ടല്ലേ, ഒരു ഫൈറ്റ്, നമ്മളൊരു സിനിമയെ സംബന്ധിച്ച് പറയുമ്പോൾ ഒരു ഫൈറ്റ് രംഗത്തിൽ അങ്ങനെ ഒപ്പത്തിനൊപ്പം നിന്ന് പോരാടേണ്ടുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് ടെൻഷൻ ഉണ്ടാക്കിയോ? എങ്ങനെയാണ് ലാലേട്ടൻ്റെ ഒരു സപ്പോർട്ടൊക്കെ ഇതിന് കിട്ടിയത്? ഇല്ല, എനിക്ക് ടെൻഷനൊന്നും ഇല്ലായിരുന്നു. എന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അദ്ദേഹത്തെ ആദ്യമായിട്ട് അവിടെ വെച്ചാണ് ഞാൻ സത്യത്തിൽ എന്റെ ചെറുപ്പത്തില് കുഞ്ഞായിരുന്ന സമയത്ത് ഞാൻ ആദ്യമായിട്ട് പടത്തിന് പോയത് നരസിംഹം കാണാനാണ്. അപ്പം അതിനുശേഷം ഒരുപാട് പടങ്ങൾ നമ്മളിങ്ങനെ കണ്ടിട്ടുണ്ട്, കാര്യങ്ങളെല്ലാം ശരിയാണ്. അപ്പൊ നമ്മൾ ആ ഒരു രീതിയിലാണ് അദ്ദേഹത്തിനെ കാണുന്നത്. പക്ഷെ അദ്ദേഹം വളരെ ഒരു ഹമ്പിൾ ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്, ഭയങ്കര സിമ്പിൾ ആണ് ആള്. അപ്പൊ ആദ്യം വന്നപ്പോ തന്നെ ഇപ്പൊ നമുക്കൊക്കെ അങ്ങോട്ട് കയറി മിണ്ടാൻ വെച്ചാൽ എന്താകും, എങ്ങനെയായിരിക്കും അദ്ദേഹം തിരിച്ച് പെരുമാറുന്നതെന്ന് അറിയാത്തത് കൊണ്ട് തന്നെ നമ്മളിങ്ങനെ മാറി നിൽക്കുകയാണ് സാധാരണ. പക്ഷെ അദ്ദേഹം തന്നെ വന്ന് കൈതരും, അതേപോലെ തന്നെ വിഷ് ചെയ്യും. പിന്നെ തിരിച്ചു പോകുമ്പോഴായാലും നമ്മളോട് പറഞ്ഞിട്ടാണ് യാത്ര പറഞ്ഞിട്ടാണ് പോകുന്നത്. അപ്പൊ അത്രയും ഒരു ഹമ്പിൾ ആയിട്ടുള്ള, അപ്പൊ അതുകൊണ്ട് തന്നെ ഭയങ്കര കംഫർട്ടബിൾ ആയി അദ്ദേഹത്തിനോട് ആക്ട് ചെയ്യാനായിട്ട്. പിന്നെ ലിജോ ചേട്ടനെ കുറിച്ച് പറയുകയാണെങ്കിൽ ലിജോ ചേട്ടൻ എന്താ പറയാ, നിങ്ങള് ഈ ഡയലോഗ് കാണാപ്പാടം പഠിച്ച് പറയണ്ട, അല്ലെ നിങ്ങൾ അഭിനയിക്കാനായിട്ട് ശ്രമിക്കണ്ട, നിങ്ങൾ നിങ്ങളായിട്ട് തന്നെ ചെയ്യുക, ഇതാണ് സംഭവം, കോൺസെപ്റ്റ് ഇതാണ്, ഈ രീതിയിൽ കറക്റ്റ് ആയിട്ട് ചെയ്യുക എന്ന് മാത്രമേ അദ്ദേഹം എന്നോട് ആവശ്യപ്പെട്ടുള്ളൂ. തീർച്ചയായും കളരി ജീവിതത്തിന്റെ ഭാഗമാണ് ഹരിയുടെ. ഇപ്പോൾ സിനിമ നല്ല അഭിപ്രായങ്ങളാണ് ഹരിയെക്കുറിച്ച്, നല്ല റിവ്യൂസ് ഒക്കെയാണ് അതിന്റെ കഥാപാത്രത്തെ കുറിച്ചൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി എങ്ങനെ മുന്നോട്ട് പോകണം എന്നതാണ് കരുതുന്നത്? കളരി വിട്ടൊരു കളി ഉണ്ടാവില്ല എങ്കിൽ പോലും സിനിമ ജീവിതത്തിന്റെ ഭാഗമായി കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നുണ്ടോ ഇനി? തീർച്ചയായിട്ടും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി നല്ല നല്ല അവസരങ്ങൾ വരുമ്പോൾ ഇതിലേക്ക് വരണം, ഈ സിനിമ തുടരണം എന്ന് തന്നെയാണ് എന്റെ ആഗ്രഹം. എന്റെ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം പറഞ്ഞില്ലേ, ഇപ്പം വേൾഡ് റെക്കോർഡിനെ കുറിച്ച് ഫസ്റ്റ് ചോദിച്ചില്ലേ. അപ്പൊ എനിക്കെന്ന് പറയുമ്പോൾ 8 നാഷണൽ മെഡലുണ്ട്, 2 നാഷണൽ റെക്കോർഡ്, 2 ഇന്റർനാഷണൽ റെക്കോർഡ്. ഇങ്ങനെയാണ് ആ ഒരു ഇത് പോകുന്നത്. ഞാൻ എങ്ങനെയാണ് ഇതിലേക്ക്, ഈ കളരി എന്ന് പറഞ്ഞൊരു കല, അല്ലെങ്കിൽ കളരിപ്പയറ്റ് എന്ന് പറയുന്ന ഒരു നമ്മുടെ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു മാർഷൽ ആർട്സ് ഒരു കാലഘട്ടത്തിൽ വന്നപ്പോൾ ഭയങ്കരമായിട്ട് തന്നെ ഒരു ഇടിവ് സംഭവിച്ചു. അപ്പൊ ഞാൻ ഇത് വന്നു ചേർന്നതാണ്. ഞാൻ ഇതിങ്ങനെ ഒരു പഠിപ്പിക്കണം, അല്ലെങ്കിൽ ഇതിനെ ഒരു മെയിൻ, അല്ലെങ്കിൽ വലിയൊരാളാകണം, കളരിപ്പയറ്റിലൂടെ ഒരു വലിയ ആളാകണം, അങ്ങനെ ഒരു വിചാരിച്ച് വന്നതല്ല. എന്തൊക്കെയോ സാഹചര്യങ്ങൾ കാരണം ഇങ്ങനെ അങ്ങ് അതിലേക്ക് വന്ന് അലിഞ്ഞു ചേർന്നതാണ്. അപ്പം ഈ കളരിപ്പയറ്റിന്റെ ഗുണങ്ങളും കാര്യങ്ങളും എല്ലാം ഈ പൊതുജനങ്ങളിലേക്ക് അവയർനെസ് ഇല്ലാത്തത് കൊണ്ടാണ് ഈ ഒരു കാലഘട്ടത്തിൽ ഇതിനങ്ങ് ഇടിവ് സംഭവിച്ചതിന്റെ കാരണം. അപ്പൊ ഈ കളരിപ്പയറ്റിനെ എങ്ങനെ നമുക്ക് പ്രൊമോട്ട് ചെയ്യാന്നുള്ള രീതിയിൽ വന്നു കഴിഞ്ഞപ്പോഴാണ് ഈ നാഷണൽ മത്സരിച്ചതായാലും, ഈ നാഷണൽ റെക്കോർഡായാലും ഇന്റർനാഷണൽ റെക്കോർഡായാലും ഇട്ടത്. അപ്പൊ ഈ നാഷണൽ റെക്കോർഡ് ഇട്ട സമയത്തായാലും നമുക്ക് അത്ര വലിയ അറ്റൻഷൻ കളരിക്കും കിട്ടുന്നില്ല, ഇതിലൂടെ നിന്ന് എനിക്കും ഒരു അറ്റൻഷൻ കിട്ടുന്നില്ല. അപ്പൊ നമ്മൾ ആഗ്രഹിച്ച കാര്യം കിട്ടാതെ കഴിഞ്ഞപ്പോൾ ഏറ്റവും നല്ല പ്ലാറ്റ്ഫോം തേടിയാണ് ഈ ഗിന്നസ് വരെ എത്തിയത്. അപ്പം ഏറ്റവും കൂടുതൽ ഇപ്പൊ ഒരു വ്യക്തിക്ക് അയാളുടെ കഴിവ് നമുക്ക് പ്രകടിപ്പിക്കാൻ പറ്റുന്ന ഒരു ഏറ്റവും വലിയൊരു സ്റ്റേജ് ആണ് ഗിന്നസ് എന്ന് പറഞ്ഞത്. അങ്ങനെയാണ് ഗിന്നസിലേക്ക് എത്തുന്നത്. അപ്പൊ അങ്ങനെ ഗിന്നസിലേക്ക് എത്തിക്കഴിഞ്ഞിട്ട് ഗിന്നസ് റെക്കോർഡ് നേടി. അപ്പൊ അങ്ങനെ ഒരുപാട് കുറച്ച് പോപ്പുലർ ആയി. എന്നാലും നമ്മൾ വിചാരിച്ച രീതിയിലോട്ട് ഇതിനെ വളർത്തിയെടുക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഇരുന്നപ്പോഴാണ് നമ്മുടെ ഇവിടെ തന്നെ പഠിച്ചൊരു സ്റ്റുഡന്റ്, നമ്മൾ ഒരുപാട് കുട്ടികളുടെ വീഡിയോ ഇടുന്നുണ്ട്, അങ്ങനെ ഒരു കുട്ടിയുടെ വീഡിയോ ഭയങ്കരമായിട്ട് വൈറലായി. ആനന്ദ് മഹേന്ദ്ര, ബാബ രാംദേവ്, വിദ്യുജയമാല, അങ്ങനെ ഒരുപാട് പുറത്തും രാജ്യങ്ങളിലുള്ള മിനിസ്റ്റേഴ്സ് പോലും ഇത് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ വീഡിയോ. അങ്ങനെ അത് ഭയങ്കര വൈറലായി കഴിഞ്ഞപ്പം ഇപ്പൊ ഞാനൊരു 10-20 വർഷത്തെ ജേർണിയാണ് കളരിപ്പയറ്റിൽ. ഇത്രയും വർഷം കൊണ്ട് ഉണ്ടാക്കിയ സംഭവം ഇത്രയും കാലം കൊണ്ട് നമ്മൾ എഫേർട്ട് എടുത്തിട്ട് കിട്ടാത്തതാണ് അവർ ഒറ്റ ഇതുകൊണ്ട് നമുക്ക് കിട്ടിയത്. തീർച്ചയായും ഇനിയും സിനിമയിൽ കൂടുതൽ തിളങ്ങി മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുകയാണ്. സമയം അവസാനിക്കുന്നത് കൊണ്ട് മാത്രം ഞാൻ ഇടപെടുകയാണ്. ഹരി, എല്ലാവിധ ആശംസകളും. ഞങ്ങളോടൊപ്പം ഈ മോർണിംഗ് ഷോയിൽ പങ്കെടുത്തതിന് നന്ദി. സ്പോർട്സ് വാർത്തകളിലേക്ക്.
ഇംഗ്ലണ്ടിനെതിരായ ഒന്നാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യ ശക്തമായ നിലയിലാണ്. രണ്ടാം ദിനം കളി നിർത്തുമ്പോൾ ഇന്ത്യ 7 വിക്കറ്റ് നഷ്ടത്തിൽ 421 റൺസ് എന്ന നിലയിലാണ്. ഒന്നാം ഇന്നിംഗ്സിൽ 175 റൺസിന്റെ ലീഡായി. രണ്ടാം ദിനം 6 വിക്കറ്റ് നഷ്ടത്തിൽ 302 റൺസാണ് ഇന്ത്യ കൂട്ടിച്ചേർത്തത്. കളി അവസാനിക്കുമ്പോൾ 81 റൺസുമായി രവീന്ദ്ര ജഡേജയും 35 റൺസുമായി അക്ഷർ പട്ടേലുമാണ് ക്രീസിൽ. 8ാം വിക്കറ്റ് കൂട്ടുകെട്ടിൽ ഇരുവരും 63 റൺസ് ചേർത്തിട്ടുണ്ട്. നേരത്തെ 1 വിക്കറ്റ് നഷ്ടത്തിൽ 119 റൺസ് എന്ന നിലയിൽ രണ്ടാം ദിനം ബാറ്റിംഗ് ആരംഭിച്ച ഇന്ത്യക്ക് ഓപ്പണർ യശസ്വി ജയ്സ്വാളിനെ തുടക്കത്തിൽ തന്നെ നഷ്ടമായി. 74 പന്തിൽ നിന്ന് 3 സിക്സും 10 ഫോറും അടക്കം 80 റൺസെടുത്ത താരത്തെ ജോ റൂട്ട് പുറത്താക്കുകയായിരുന്നു. ശുഭ്മാൻ ഗിൽ വീണ്ടും നിരാശപ്പെടുത്തി. 66 പന്തിൽ 23 റൺസാണ് ഗിൽ നേടിയത്. പിന്നാലെ 4ാം വിക്കറ്റിൽ ഒന്നിച്ച KL രാഹുൽ ശ്രേയസ് അയ്യർ സഖ്യമാണ് 64 റൺസ് കൂട്ടിച്ചേർത്ത് സ്കോർ 200 കടത്തിയത്. വിരാട് കോഹ്ലിക്ക് പകരം ടീമിലെത്തിയ അയ്യർ 63 പന്ത് നേരിട്ട് 35 റൺസെടുത്ത് പുറത്തായി. രഞ്ജി ട്രോഫി ക്രിക്കറ്റിലെ നിർണായക പോരാട്ടത്തിൽ ബീഹാറിനെതിരെ കേരളം ഒന്നാം ഇന്നിംഗ്സിൽ 9 വിക്കറ്റ് നഷ്ടത്തിൽ 203 റൺസെടുത്തു. വെളിച്ചക്കുറവ് മൂലം ആദ്യ ദിനം നേരത്തെ കളി നിർത്തിയപ്പോൾ 113 റൺസുമായി ശ്രേയസ് ഗോപാലും 11 റൺസുമായി അഖിലുമാണ് ക്രീസിൽ. ടോസ് നഷ്ടമായി ആദ്യം ബാറ്റ് ചെയ്ത കേരളം ശ്രേയസ് ഗോപാലിന്റെ സെഞ്ചുറി കരുത്തിലാണ് ഭേദപ്പെട്ട സ്കോർ കുറിച്ചത്. അക്ഷയ് ചന്ദ്രൻ 37ഉം ജലജ് സക്സേന 22 റൺസെടുത്തു. മറ്റാരും കേരള നിരയിൽ 2 അക്കം കടന്നില്ല. ബീഹാറിനായി ഹിമാൻഷു സിംഗ് 4ഉം വീർ പ്രതാപ് സിംഗ് 3ഉം വിക്കറ്റ് വീഴ്ത്തി. ഗ്രൂപ്പ് ബിയിൽ 3 മത്സരങ്ങളിൽ 4 പോയിന്റ് മാത്രമുള്ള കേരളത്തിന് നോക്കൌട്ട് പ്രതീക്ഷ നിലനിർത്താൻ ബീഹാറിനെതിരെ വമ്പൻ ജയം അനിവാര്യമാണ്. ആദ്യ 2 കളികളിലും ഇന്നിംഗ്സ് ലീഡും സമനിലയും വഴങ്ങിയ കേരളം തിരുവനന്തപുരത്ത് നടന്ന മുംബൈക്കെതിരായ 3ാം മത്സരത്തിൽ കനത്ത തോൽവി വഴങ്ങിയിരുന്നു. മാധ്യമപ്രവർത്തക ജീൻ കാരൽ നൽകിയ അപകീർത്തി കേസിൽ മുൻ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് കനത്ത തിരിച്ചടി. ജീൻ കാരലിന് $83 ബില്യൺ നഷ്ടപരിഹാരം നൽകണമെന്ന് ന്യൂയോർക്ക് കോടതി വിധിച്ചു. $5 മില്യൺ ആവശ്യപ്പെട്ടിരുന്നത്. സമൂഹ മാധ്യമങ്ങളിലൂടെയും പരസ്യമായും ട്രംപ് അധിക്ഷേപം തുടർന്നതോടെയാണ് 8 ഇരട്ടി തുക പിഴയായി കോടതി വിധിച്ചത്. 1996 കേസിനാസ്പദമായ സംഭവം നടക്കുന്നത്. ഫാഷൻ മാസികയിൽ എഴുത്തുകാരിയായ ജീൻ കാരലിനെ ഡിപ്പാർട്ട്മെന്റ് സ്റ്റോറിൽ വെച്ച് ട്രംപ് പീഡിപ്പിച്ചു എന്നായിരുന്നു വെളിപ്പെടുത്തൽ. 2019 കേസ് ഫയൽ ചെയ്തത്. വിധി കേൾക്കാൻ കാത്തു നിൽക്കാതെ ട്രംപ് കോടതി വിട്ടു. വിധിയെ അവജ്ഞയോടെ തള്ളിക്കളയുന്നതായി ട്രംപ് പ്രതികരിച്ചു. വിധിക്കെതിരെ അപ്പീൽ പോകാനാണ് തീരുമാനം. വാർത്തയുടെ വിലയിരുത്തലുമായി അമേരിക്കയിൽ നിന്ന് ഡോക്ടർ സജിമോൻ ആന്റണി നമുക്കൊപ്പം ചേരുകയാണ്. ഡോക്ടർ സജിമോൻ, ഗുഡ് മോർണിംഗ്. അവിടെ ഇപ്പോൾ ഗുഡ് നൈറ്റിന്റെ ടൈം ആയി വരുന്നതായിരിക്കും. എന്തായാലും ട്രംപിനെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണ് കോടതിയിൽ ഉണ്ടായിരിക്കുന്നത്. ട്രംപ് ഇതിനെ വലിയ കാര്യമായി എടുക്കുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ പോലും എങ്ങനെയാണ് നമ്മൾ ഈ കോടതി വിധിയെ നോക്കിക്കാണേണ്ടത്? തെരഞ്ഞെടുപ്പിൽ ട്രംപിന് അനുകൂലമായ ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെടുമ്പോൾ കൂടിയാണ് ഇത്തരമൊരു തിരിച്ചടി കോടതിയിൽ നേരിടുന്നത്. തീർച്ചയായും ഇത് ട്രംപിന് പേഴ്സണലിയും ട്രംപ് ക്യാമ്പയിനും ഒരു കനത്ത തിരിച്ചടിയാണ്. കാരണം ഈ ഒരു കേസിന് ആസ്പദമായ സംഭവം നടന്നു എന്ന് ക്ലെയിം ചെയ്തത് 1996 അതിനുശേഷം 2019 ട്രംപ് തന്നെ പ്രസിഡന്റായിരിക്കുന്ന സമയത്താണ് കരോൾ ഇത് അപ്പീൽ ചെയ്യുന്നതും. 2022 വേർഡിക്റ്റ് വരുന്നു. ആദ്യത്തെ വേർഡിക്റ്റ് വന്നപ്പം 5 മില്യൺ പിഴ കൊടുക്കാൻ വേണ്ടിയായിരുന്നു വിധി പറഞ്ഞിരുന്നത്. എന്നാൽ ട്രംപ് അതിനുശേഷം നിരന്തരം കോർട്ടിനെ ആക്രമിക്കുകയും ജഡ്ജിനെ ആക്രമിക്കുകയും കോർട്ടിലുള്ള എംപ്ലോയീസിനെ ആക്രമിക്കുകയും വാക്കാല് നിരന്തരം സോഷ്യൽ മീഡിയയിലൂടെ അറ്റാക്കുകയും അതോടൊപ്പം ഈ വിക്ടിമിനെ തന്നെ അവഹേളിക്കുന്ന രീതിയിൽ പലതരത്തിലുള്ള പ്രസ്താവനകൾ നടത്തുകയും ചെയ്തു. അപ്പൊ അതിന്റെ പരിണിത ഫലമായിട്ടാണ് ഈ കേസ് റീട്രയലിൽ പോകുന്നത്. ഈ റീട്രയലിൽ പോയപ്പം അവർ ആവശ്യപ്പെട്ടത് ഏകദേശം 8-10 മില്യൺ ആയിരുന്നു. എന്നാൽ ഇന്ന് വന്നിരിക്കുന്ന വിധി ഒരു വൂപ്പിംഗ് നമ്പറാണ്. $83 മില്യൺ ട്രംപിനോട് ജീൻ കാരലിന് നഷ്ടപരിഹാരമായിട്ട് കൊടുക്കാനായിട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ആ 83 മില്യണിൽ ഏകദേശം 63 മില്യന് പ്യൂണിറ്റീവ് ഡാമേജ് ആയിട്ടാണ്. അതുപോലെ തന്നെ 7.3 മില്യൺ ഇമോഷണൽ ഡാമേജ് റിക്കവർ ചെയ്യാനായിട്ടും അതുപോലെ തന്നെ റെപ്യൂട്ടേഷൻ റിപ്പയറിംഗ് ക്യാമ്പയിന് വേണ്ടിയിട്ട് 11 മില്യൺ മാറ്റിവെക്കണമെന്നാണ് ജഡ്ജ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഏത് ആംഗിളിൽ നമ്മൾ ഇത് സംസാരിച്ചു കഴിഞ്ഞാലും ഇൻഡിപെൻഡന്റ് ആയിട്ട് പറയുകയാണെങ്കിൽ ട്രംപിന് ഇതൊരു കനത്ത തിരിച്ചടിയാണ്. കാരണം ഇത് ആന്റിസിപ്പേറ്റ് ചെയ്തതായിരുന്നു. ഈ ഒരു വിധി ട്രംപിന് ഒരിക്കലും അനുകൂലമാകുകയില്ല എന്നായിരുന്നു എല്ലാ ലീഗൽ വൃത്തങ്ങളും പറഞ്ഞിരുന്നത്. എന്നാലും ട്രംപിന് സാധാരണഗതിയിൽ ലീഗൽ കൗൺസിലിൽ പറയുന്നത് കേൾക്കുന്ന ഒരു സ്വഭാവമില്ല. അദ്ദേഹം എപ്പോഴും അദ്ദേഹത്തിന്റെ ഒരു ഗട്ട് ഫീലിംഗിൽ ഒരു ഇൻഡ്യൂഷനാൽ നടക്കുന്ന ഒരു വ്യക്തിയാണ്. ആ ഒരു പേഴ്സണാലിറ്റിയുടെ ഭാഗമായിട്ടായിരിക്കാം എന്ന് തോന്നുന്നു ഈ കേസ് രണ്ടാമത് റീട്രയലിന് പോയി. ആ റീട്രയല് വളരെ ഹൊറിബിൾ ആയിട്ട് ഒരു ഔട്ട്കമാണ് വന്നിരിക്കുന്നത്. ഔട്ട്കം ഡിക്ലെയർ ആകുന്നതിന് തൊട്ട് മുൻപ് ഒരു കൊടുങ്കാറ്റ് പോലെ ട്രംപ് കോർട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി എന്നുള്ളതാണ് ഒരു വാർത്ത വരുന്നത്.
അതൊക്കെ വളരെ വിയേർഡായിട്ടാണ് ഇവിടെ വിലയിരുത്തപ്പെടുന്നത്. ഈ ജൂറിയിൽ 9 പേരായിരുന്നു ജൂറി ഉണ്ടായിരുന്നത്. സാധാരണഗതിയിൽ ഇങ്ങനെയുള്ള കേസുകൾ വരുമ്പം സ്ത്രീകളെയാണ് കൂടുതൽ വരുന്നത്, അല്ലെങ്കിൽ സ്ത്രീകൾക്ക് അനുകൂലമായി, അല്ലെ പുരുഷന്മാര് സ്ത്രീകൾക്ക് എതിരെ അങ്ങനെയുള്ള വ്യാഖ്യാനങ്ങളൊക്കെ വരാം. എന്നാൽ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഇത് 9 പേരുള്ള ജൂറിയിൽ 7 പേര് പുരുഷന്മാരായിരുന്നു, 2 പേരായിരുന്നു പെണ്ണുങ്ങള്. അപ്പം അങ്ങനെ ഐക്യകണ്ഠേനമായ ഒരു തീരുമാനത്തിലാണ് ഈ ജൂറിയുടെ വന്നിരിക്കുന്നത്. കോടതി നടപടികൾ തിരിച്ചടിയാകും എന്ന് കരുതിയിരുന്നുവെങ്കിൽ പോലും ഈ ട്രംപിന്റെ എടുത്തുചാട്ടവും അദ്ദേഹത്തിന്റെ സ്വഭാവത്തിന് ഉള്ള മോശം തരത്തിലുള്ള ഇതുവരെ നമ്മൾ വിലയിരുത്തുന്ന ആ മോശം ഭാഗം അത് അദ്ദേഹത്തിന്റെ ആഘാതം ഇരട്ടിപ്പിച്ചു എന്ന് വേണമോ നമ്മൾ പറയാൻ. ഇനിയിപ്പോൾ അപ്പീൽ പോകും എന്നതാണ് ട്രംപിന്റെ ഭാഗത്തു നിന്നും അറിയിച്ചിരിക്കുന്നത്. ഈ കോടതി അലക്ഷ്യം, നമ്മളുടെ ഇവിടെയൊക്കെയുള്ള കോടതി ഭാഷകൾ പറഞ്ഞാൽ കോടതി അലക്ഷ്യം നടപടികൾ കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഇത്തരം വലിയ ഒരു പിഴയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നത്. ആ ഒരു വിഷയം നിൽക്കുന്നത് കൊണ്ട് തന്നെ മേൽക്കോടതികളെ സമീപിക്കുമ്പോൾ ഒരു അനുകൂല സാഹചര്യം ട്രംപിനെ സംബന്ധിച്ച് ഉരുത്തിരിയാൻ ഇടയുണ്ടോ? ലീഗൽ വൃത്തങ്ങൾ പറയുന്നത് ഇന്ന് കോർട്ടിൽ നടന്ന വളരെ എന്താ പറയുന്നത്, അബ്നോർമൽ ആയിട്ടുള്ള പല സംഗതികളും വെച്ച് നോക്കുകയാണെങ്കിൽ ചില സമയത്ത് ജഡ്ജ് ചിലപ്പോൾ ഒരു നോർമൽ വേയിൽ തിങ്ക് ചെയ്യുകയാണെങ്കിൽ ട്രംപിനെ പിടിച്ച് കോർട്ടിലിട്ടേരും, ജയിലിലിട്ടേനും. കാരണം കണ്ടംപ്റ്റ് ഓഫ് കോർട്ടിന് വേണ്ടിയിട്ട്. അപ്പൊ അദ്ദേഹം മറ്റ് പല വാദങ്ങൾ നടക്കുമ്പോൾ ഇടയ്ക്ക് കയറി ഇന്ററപ്റ്റ് ചെയ്യും, അദ്ദേഹം ലൗഡ്ലി സംസാരിക്കുകയും അവിടെ ഇവിടെയും അങ്ങനെയുള്ള ഒത്തിരി കോടതി അലക്ഷ്യമായ കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ടായിരുന്നു എന്നുള്ളതായിരുന്നു റിപ്പോർട്ട് കിടന്നിരുന്നത്. അപ്പൊ ഏതായാലും മൊത്തത്തിലുള്ള നോക്കുകയാണെങ്കിൽ ട്രംപിന് വളരെയധികം ക്ഷീണമാണ്. ഇതോടൊപ്പം നമുക്ക് പറയാനുള്ള അല്ലെങ്കിൽ ചിന്തിക്കേണ്ട വേറൊരു കാര്യമാണ്, ട്രംപിന് ഇതോടൊപ്പം ബാക്കി 3 വലിയ കേസുകളുടെ കിടപ്പുണ്ട്. ഒന്ന് ക്ലാസിഫൈഡ് ഡോക്യുമെന്റ്സിന്റെ കേസ് കിടപ്പുണ്ട്, ഇലക്ഷൻ ഇന്റർഫറൻസിന്റെ കേസ് കിടപ്പുണ്ട് ജോർജിയയിലുള്ളത്, അതോടൊപ്പം ജാനുവരി 6 ക്യാപിറ്റൽ ഇൻസറക്ഷന്റെ കേസ് കിടപ്പുണ്ട്. അതിൽ ഏറ്റവും ശക്തമായ കേസ് എല്ലാ ലീഗൽ വൃത്തങ്ങൾ പറയുന്നത് ജോർജിയയിലെ കേസാണ്, ഇലക്ഷൻ ഇന്റർഫറൻസിന്റെ കേസാണ് എന്നാണ് പറയുന്നത്. എന്നിരുന്നാൽ പോലും ഇത് വെറുതെ വടി കൊടുത്ത് അടി വാങ്ങി എന്ന് പറഞ്ഞ പോലെ വേണമെങ്കിൽ നമുക്ക് പറയാം. അതോടൊപ്പം വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ട്രംപിന്റെ ബിസിനസ്സിന് ട്രംപ് എപ്പോഴും എല്ലാവരെയും സൂചി ചെയ്യുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. വായെടുത്താൽ പറയും ഞാൻ നിനക്കൊരു കേസ് കൊടുക്കും എന്നുള്ള രീതിയിലുള്ള ഒരു പേഴ്സണാലിറ്റിയുടെ പാർട്ടായിട്ട് തന്നെ കൂട്ടാം നമുക്ക്. അപ്പൊ ഏതായാലും അദ്ദേഹം കുഴിക്കുന്ന കുഴികളിൽ അദ്ദേഹം തന്നെ ചാടുന്നതായിട്ടുള്ള ഒരു ഇതാണ് കാണുന്നത്. എന്നാൽ ഇതൊക്കെ ആണെങ്കിൽ പോലും ട്രംപിന്റെ റിപ്പബ്ലിക്കൻ പ്രൈമറി ഇലക്ഷന് വളരെയധികം നല്ല രീതിയിലാണ് പോകുന്നത്. ട്രംപിനെ പക്ഷേ ഈ കോടതി വിധി ഇനി പ്രൈമറിയിൽ ഏതെങ്കിലും തരത്തിൽ പ്രതിഫലിക്കുമോ? നിക്കി ഹേലി പിന്മാറുന്നില്ല എന്ന നിലപാടാണ് സ്വീകരിച്ചിരുന്നത്. സ്വാഭാവികമായും ഒരു പീഡന കേസിൽ വരുന്ന വിധിയൊക്കെയാണല്ലോ. അപ്പോൾ അത് കൂടുതൽ തീവ്രമായി അവതരിപ്പിക്കാനൊക്കെയുള്ളൊരു സാഹചര്യം അവരെ സംബന്ധിച്ചൊക്കെ ലഭിക്കുകയാണ്. അപ്പോൾ പ്രൈമറികളെ ഇനി ഇത് അഫക്റ്റ് ചെയ്തു തുടങ്ങുമോ? ഇതുവരെയുള്ള ഒരു എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണെങ്കിൽ ട്രംപിനെതിരെ എപ്പോഴൊക്കെ കോടതി ഒരു വിധി വരുന്നുണ്ടോ അന്നൊക്കെ ട്രംപിന്റെ പ്രിയം കൂടുകയാണ് റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ ഇടയിൽ ചെയ്തിരിക്കുന്നത്. അപ്പൊ അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ഇഫക്റ്റ് ഇതിൽ നിന്നും പ്രതീക്ഷിക്കുന്നില്ല. എന്നാൽ ജനറൽ ഇലക്ഷനെ വിന്ന് ചെയ്യാനായിട്ടുള്ള ഇൻഡിപെൻഡൻസിനെ, വുമൺ വോട്ടേഴ്സിനെ, അങ്ങനെയുള്ള ആൾക്കാർ ഒന്ന് സ്വിച്ച് ഓഫ് ആയി പോകും, ട്രംപിൽ നിന്ന് അകന്നു പോകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അത് ജനറൽ ഇലക്ഷന്റെ റിസൾട്ടിനെ ബാധിക്കും എന്നുള്ളതാണ് ഇപ്പോൾ ഇവിടെ നിന്നുള്ള ഒരു വിലയിരുത്തൽ. അതോടൊപ്പം റിപ്പബ്ലിക്കൻ പാർട്ടിയിലുള്ള വൃത്തങ്ങൾ ചർച്ച ചെയ്യുന്ന വേറൊരു ടോപ്പിക് ഉണ്ട്. ട്രംപിന്റെ ലീഗൽ സിസ്റ്റം അല്ലെങ്കിൽ ട്രംപിനെ കവർ ചെയ്യുന്ന ലോയേഴ്സ് എന്തുമാത്രം ഇഫക്റ്റീവ് ആണ്, അല്ലെങ്കിൽ ലീഗൽ സ്ട്രാറ്റജി എന്തുമാത്രം ഇഫക്റ്റീവ് ആണ്, വളരെ ഫ്ലോലെസ് ആണ് എന്ന് പറയാൻ പറ്റത്തില്ല, ഒത്തിരി ഫ്ലോപ്പുകൾ അതിനകത്ത് വരുന്നുണ്ട് എന്നുള്ള ഒരു ചർച്ചയും നടക്കുന്നുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ ഈ ഒരു ലീഗൽ കൗൺസിലിനെയും വെച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ ജോർജിയയിലെ ഇലക്ഷൻ ഇന്റർഫിയർ കേസും ക്ലാസിഫൈഡ് ഡോക്യുമെന്റ്സും അങ്ങനെയുള്ള സീരിയസ് ആയിട്ടുള്ള കേസുകൾ വരുമ്പം അതിനകത്തൊക്കെ ഫെലനി കുറ്റങ്ങളും ക്രിമിനൽ കേസുകളൊക്കെ ഉള്ളതാണ്. ഇതൊരു സിവിൽ കേസാണെന്ന് ഓർക്കണം. അപ്പൊ സിവിലിൽ നിന്ന് മാറി ക്രിമിനൽ കേസിലേക്കാണ് വരുന്നത്. അപ്പം എന്തുമാത്രം ഇഫക്റ്റീവ് ആകും എന്നൊരു വലിയൊരു ക്വസ്റ്റ്യൻ മാർക്കും വരുന്നുണ്ട്. നിക്കി ഹേലിയുടെ ഗ്രൂപ്പ് ഇതിനെ ഒരു ആയുധമായിട്ട് തന്നെ ഉപയോഗിക്കാനാണ് ഇപ്പം പ്ലാൻ ചെയ്തിരിക്കുന്നത് എന്നാണ് ഇവിടുത്തെ വൃത്തങ്ങൾ പറയുന്നത്. കാരണം നിക്കി ഹേലി എപ്പോഴും പറയുന്ന കാര്യം ഉണ്ടായിരുന്നു, ട്രംപിനെ വന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു ബഹളവുമായിരിക്കും. ആ ബഹളമല്ല വേണ്ട, അമേരിക്കയ്ക്ക് സമാധാനവും സ്ട്രോങ് ലീഡർഷിപ്പുമാണ് വേണ്ടത്. ഇത്രയും പ്രശ്നങ്ങളുള്ളപ്പോൾ ട്രംപിനെതിരെ ഏതെങ്കിലും ഒരു വെർഡിക്റ്റ് വരികയാണെങ്കിൽ അദ്ദേഹത്തിന് ക്വാളിഫിക്കേഷൻ പോലും ക്വസ്റ്റ്യൻ മാർക്കിലാണ് വരുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു കാൻഡിഡേറ്റിനെ തെരഞ്ഞെടുക്കാതെ നിക്കി ഹേലിയെ തെരഞ്ഞെടുക്കൂ എന്നാണ് നിക്കി ഹേലി പറയുന്നത്. ആ വാദത്തിന് ചെറിയൊരു ഊന്നലും കൂടെ കിട്ടാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട് ഇന്നത്തെ ഈ ഒരു കോർട്ട് നടപടി. തീർച്ചയായും അങ്ങനെ ഒരു സ്ഥാനത്തിന് അർഹനാണോ എന്ന സംശയം തോന്നിക്കുന്ന തരത്തിലാണ് വേണമെങ്കിൽ ട്രംപിന്റെ ഈ കോടതി മുറിയിലെ ഒക്കെ പെരുമാറ്റത്തെ നമുക്ക് വ്യാഖ്യാനിക്കാം. എടുത്തുചാട്ടം, അങ്ങനെയുള്ള സ്വഭാവങ്ങൾ അദ്ദേഹം ഇപ്പോഴും പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. പ്രൈമറികൾ നടന്നു വരുന്ന കാര്യം സൂചിപ്പിച്ചുവല്ലോ.
അപ്പോൾ പോലും ഡെമോക്രാറ്റിക് പക്ഷം എങ്ങനെയാണ് ഈ സാഹചര്യങ്ങളെ നോക്കിക്കാണുന്നത്? അവരുടെ പ്രധാനപ്പെട്ട നേതാക്കളുടെ ആരുടെയെങ്കിലുമൊക്കെ പ്രതികരണങ്ങൾ വരുന്നുണ്ടോ? ആ സാഹചര്യങ്ങളെ, പൊതു തെരഞ്ഞെടുപ്പിന്റെ സാഹചര്യങ്ങളെ ഇതെങ്ങനെ സ്വാധീനിക്കും? ഡെമോക്രാറ്റുകളെ സംബന്ധിച്ചോളം ഇതൊരു നല്ലൊരു ന്യൂസാണ്. കാരണം അവർക്ക് വേണ്ടത് ട്രംപിനോട് മത്സരിക്കുക എന്നുള്ളതായിരുന്നു അവരുടെ ഉള്ളിലെ ഉദ്ദേശം. ട്രംപിനെതിരെ ബാക്കിയുള്ള ബൈഡന് വേണ്ടിയിരുന്നത് ട്രംപിനോട് മത്സരിക്കുക എന്നുള്ളതായിരുന്നു. എന്നാൽ ബൈഡനെതിരെ നിക്കി ഹേലിയോ റോൺ ഡിസാന്റിസോ അങ്ങനെയുള്ള ആര് വന്നു കഴിഞ്ഞാലും ട്രംപിനേക്കാളും കൂടുതൽ 5 പോയിന്റ് 10 പോയിന്റ് 5% 10% കൂടുതൽ ലീഡായിരുന്നു എല്ലാ സർവേയിലും പ്രൊഡിക്ട് ചെയ്തിരുന്നത്. ആദ്യം ഈവൻ ട്രംപിനെ ബൈഡൻ തോൽപ്പിക്കുന്ന സിനറി ആയിരുന്നു. എന്നാൽ വന്ന് കട്ടയ്ക്കായി 2-3% ട്രംപ് ഇപ്പം മുന്നിട്ട് നിൽക്കുന്നത് ജനറൽ ഇലക്ഷന്റെ കാര്യത്തിൽ. എന്നാൽ ട്രംപ് ഒഴിച്ച് വേറെ ഏത് കാൻഡിഡേറ്റ്സ് റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ നിന്ന് വന്നാലും അവരൊക്കെ 10-15% മുന്നിലാണ് നിൽക്കുന്നത്. എന്നിരുന്നാലും ആ ട്രംപിന്റെ കോക്കസ്, ഇവാഞ്ചലിക്കൽ കോക്കസ്, റിപ്പബ്ലിക്കന്റെ ഹാർഡ് കോർ ആയിട്ടുള്ള ആ ഒരു കോക്കസ്, സദേൺ പാർട്ടിലുള്ള യൂസിലുള്ള ആൾക്കാർ വളരെ കട്ടയ്ക്ക് ട്രംപിനോടൊപ്പം ഉണ്ട്. അവര് ട്രംപ് എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ട്രംപിനെ വിടാൻ തയ്യാറല്ല. ആ ഒരു രീതിയിലാണ് പോകുന്നത്. എന്നാൽ ഇന്ന് ജോ ബൈഡനും പാർട്ടിക്കും ഡെമോക്രാറ്റ് പാർട്ടിക്കും ചെറിയൊരു ആശ്വാസം നൽകുന്നു. ചെറിയൊരു ആശ്വാസമല്ല, വലിയൊരു ആശ്വാസമാണ് ഇങ്ങനെയുള്ള കേസുകളിലുള്ള പരാജയം ട്രംപിന് നേരിടുമ്പോൾ ഉണ്ടാവുന്നത്. ഇവിടെ ഇപ്പോൾ സജിമോൻ ആന്റണി മേൽക്കോടതിയെ സമീപിക്കും എന്നത് ട്രംപ് സൂചിപ്പിച്ചു. അവിടുത്തെ ഈ കോടതി നടപടികൾ ഇനി കുറേയധികം സമയമെടുക്കാനാണോ സാധ്യത? തെരഞ്ഞെടുപ്പിന്റെ കൂടിയൊക്കെ പശ്ചാത്തലമുണ്ട്. അത്തരം മേൽക്കോടതിയെ സമീപിച്ചാൽ ഇതിന്റെ വ്യവഹാര നടപടികൾ കുറേയധികം സമയം ട്രംപിനെ സംബന്ധിച്ച് നീട്ടിക്കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമോ? അങ്ങനെയാണെങ്കിൽ തൽക്കാലത്തേക്ക് സേഫ് ആകുമോ ട്രംപ്? ഇല്ല, ഈ കേസിന്റെ അടുത്ത നടപടി എന്ന് പറഞ്ഞാൽ ഇപ്പൊ 83 മില്യൺ കൊടുക്കാൻ പറഞ്ഞ നാളെ 83 ബില്യന്റെ ചെക്കോ അല്ലെങ്കിൽ ഒരു ക്യാഷോ കൊടുക്കുക എന്നുള്ള അല്ല അതിന്റെ ഒരു അർത്ഥം എന്ന് പറയുന്നത്. അത് ഇമ്മീഡിയറ്റ്ലി ട്രംപ് അപ്പാലറ്റ് കോർട്ടിൽ അത് അപ്പീൽ ചെയ്യുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അവരുടെ ലോയറും ലീഗൽ വൃത്തങ്ങളും ന്യൂസ് പ്രസ് കോൺഫറൻസിനകത്ത് അത് അനൗൺസ് ചെയ്തു അപ്പാലറ്റ് കോർട്ടിൽ പോകുമെന്നുള്ളത്. ഇനി അപ്പാലറ്റ് കോർട്ടിൽ പോയാലും അത് 6 മാസമോ 1 വർഷമോ 2 വർഷമോ ഒന്നും അത്രയും നീണ്ടു പോകത്തില്ല. ഏതാനും മാസങ്ങൾക്കകം അതിനൊരു തീരുമാനം ഉണ്ടാവും എന്നുള്ളതാണ് ലീഗൽ വൃത്തങ്ങൾ പറയുന്നത്. രണ്ടാമത് പറയുന്നത് ഈ ഒരു കേസിനെ കംപ്ലീറ്റ്ലി അട്ടിമറിക്കുക എന്ന ഒരു ലീഗൽ സ്ട്രാറ്റജിയിൽ ആയിരിക്കത്തില്ല ഇനിയുള്ള സ്ട്രാറ്റജി ട്രംപ് പോകുന്നത്. അവരുടെ കംപ്ലീറ്റ് ഒബ്ജക്റ്റീവും അല്ലെങ്കിൽ ആ ഒരു ലീഗൽ സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഈ 83 മില്യൺ അത് ടൂ മച്ച് ആണ്. അതിനെ എങ്ങനെ വെട്ടിക്കുറച്ച് 50 മില്യൺ ആക്കാൻ പറ്റും, അല്ലെ 30 മില്യൺ ആക്കാൻ പറ്റും, അല്ലെ 10 മില്യൺ ആക്കാൻ പറ്റും എന്നുള്ളതായിരിക്കും അവരുടെ ഒരു ലീഗൽ സ്ട്രാറ്റജി. കാരണം ട്രംപ് തന്നെ പല ഒക്കേഷനിൽ പല എന്താ പറയുന്നത് ചേരാത്ത വാക്യങ്ങളാണ് പറയുന്നത്. ചില സമയത്ത് പറയും എനിക്ക് ഈ പെണ്ണെ അറിയത്തില്ല എന്ന് പറയും, ചില സമയത്ത് പറയും ഈ പെണ്ണെ എവിടെയോ കണ്ടിട്ടുണ്ടെന്ന് പറയും, ചില സമയത്ത് കോർട്ടിൽ അദ്ദേഹം തന്നെ കൊടുത്തതിനകത്ത് അദ്ദേഹം ഈജിൻ കരോളിനെ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്തു, അദ്ദേഹത്തിന്റെ ഫോർമർ വൈഫ് മാർല മേപ്പിൾസുമായിട്ട് അങ്ങനെ പല കാര്യങ്ങളിലുള്ള കോൺട്രഡിക്ടറി സ്റ്റേറ്റ്മെന്റ് അദ്ദേഹം തന്നെ ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടിട്ട് ഈ കേസിന് മൊത്തത്തോടെ അട്ടിമറിച്ച് ട്രംപിന് അനുകൂലമായിട്ട് വരും എന്ന് പോലും പ്രതീക്ഷയുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അവരുടെ ലോയേഴ്സും അല്ലെ ലീഗൽ വൃത്തങ്ങളും അവരെ തന്നെ ഉദ്ധരിക്കുകയാണെങ്കിലും അവരുടെ എല്ലാം ലീഗൽ സ്ട്രാറ്റജി ഫോക്കസ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു ഹ്യൂജ് എമൗണ്ട് 83 മില്യൺ, ആ 83 മില്യനെ എങ്ങനെ വെട്ടിക്കുറച്ചുകൊണ്ട് വരാം എന്നുള്ള ഇതിലായിരിക്കും ഫോക്കസ് ചെയ്യുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതോടൊപ്പം എനിക്ക് ഇതൂടെ ഒന്ന് ഈ ഒരു കാര്യം കൂടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം കഴിഞ്ഞ ഒരു 3-4 വർഷത്തെ ഈ ലീഗൽ നോക്കുകയാണെങ്കിലും അമേരിക്കൻ നീതിന്യായ വ്യവസ്ഥയുടെ ഒരു ലിറ്റ്മസ് ടെസ്റ്റാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാ കേസുകളും വന്നത് ഒരു മനുഷ്യനെ സാധാരണ ഒരു ഭരണകർത്താവ് അല്ലെങ്കിൽ ഒരു MLA ഒരു MP അല്ലെങ്കിൽ ഒരു കളക്ടർ ആ ഒരു ലെവലിലുള്ള ഒരാളെ അല്ല, പ്രസിഡന്റ് ലെവൽ ആ ലെവലിലുള്ള ആൾക്കെതിരെയാണ് ഇത്രയും കേസ് വരുന്നത്. അത് ഇദ്ദേഹത്തിനെതിരെ മാത്രമല്ല, ഇപ്പോഴത്തെ കറണ്ട് പ്രസിഡന്റ് ജോ ബൈഡന്റെ പുത്രനെതിരെയും കേസുണ്ട്. അദ്ദേഹത്തിനെതിരെയും 2-3 ഫെലനിയും കാര്യങ്ങളും വരുന്നുണ്ട്. അപ്പോൾ ഒരു ലീഗൽ സിസ്റ്റത്തിന്റെ തന്നെ ഒരു ലിറ്റ്മസ് ടെസ്റ്റ് ആണ് നമ്പർ 1. നമ്പർ 2, ഇദ്ദേഹം ഈ പ്രസിഡൻഷ്യൽ കാൻഡിഡേറ്റ് ആയ ട്രംപ് ക്വാളിഫൈഡ് ആണോ അല്ലയോ എന്നുള്ള കാര്യത്തിലുള്ള ബിഗ് ക്വസ്റ്റ്യൻ മാർക്കിന് പോലും 2-3 സ്റ്റേറ്റുകളിൽ ക്വാളിഫൈഡ് അല്ല, അതുകൊണ്ട് ട്രംപിന് ടിക്കറ്റിൽ വെക്കാൻ പറ്റത്തില്ല എന്ന് പറയുന്നുണ്ട്. എന്നാലും മറ്റ് 6-7 സംസ്ഥാനങ്ങൾ ട്രംപിന് ടിക്കറ്റിൽ വേണമെന്നും പറയുന്നുണ്ട്. അപ്പൊ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ആ ഒരു തീരുമാനം സുപ്രീം കോർട്ട് എനിക്ക് തോന്നുന്നത് ഈ ഫെബ്രുവരി മാസം അല്ലെങ്കിൽ ലേറ്റസ്റ്റ് ബൈ മാർച്ചോട് കൂടി ഒരു സുപ്രധാനമായ ആ ഒരു തീരുമാനം എടുക്കും, വെദർ ട്രംപ് ഈസ് ക്വാളിഫൈഡ് ടു റൺ ഓർ നോട്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു വലിയൊരു ലിറ്റ്മസ് ടെസ്റ്റ് ആണ് ഇപ്പം സുപ്രീം കോർട്ടിൽ അല്ലെങ്കിൽ അമേരിക്കയിലെ നീതിന്യായ വ്യവസ്ഥയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അമേരിക്കയിൽ അല്ലാതെ വേറെ എവിടെയെങ്കിലും ഇത് നടക്കുമോ തന്നെ എനിക്കറിയില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. തീർച്ചയായും എന്തായാലും
അമേരിക്കയിലെ പൊതു തെരഞ്ഞെടുപ്പിൽ കോടതി നടപടികൾക്ക് വളരെ ഒരു വലിയ പ്രാധാന്യം എന്തായാലും ഉണ്ടാകും എന്നതാണ് സജിമോൻ ആന്റണി സൂചിപ്പിക്കുന്നത്. നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം എങ്ങനെയൊക്കെയാണ് സാഹചര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. വളരെ നന്ദി ഡോക്ടർ സജിമോൻ ആന്റണി ഈ അവസരത്തിൽ ഞങ്ങളോട് സഹകരിച്ചതിന്. താങ്ക് യു. പ്രഭാത കേരളം ഇവിടെ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.